ഹലോ ഫോർട്ടീസ്. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്ക് നേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് വാർഡ് ടീച്ചിങ് എന്നുള്ളതാണ്. ഓക്കെ, അതിനകത്ത് നിങ്ങൾ ഫസ്റ്റ് ഇയർ തൊട്ടേ വാർഡിൽ പോകുന്നതാണ്. അവിടെ ഒരു നേഴ്സ് അഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാവും. അതാരാണ്? ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ വാർഡ് നേഴ്സ് എന്നൊക്കെ പറയുന്ന പേര് ആളാണ്. ഓക്കെ, നമ്മൾ ഒന്നിൽ ഹെഡ് നേഴ്സിന് വിളിക്കും, അല്ലെങ്കിൽ വാർഡ് സിസ്റ്ററിന് വിളിക്കും, അല്ലെങ്കിൽ ഇൻചാർജ് എന്നൊക്കെ വിളിക്കുന്നത് ഒരാളെ തന്നെയാണ്. അത് വാർഡിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾ നോക്കുന്ന നേഴ്സിങ്ങിലെ ഏറ്റവും സീനിയറായിട്ടുള്ള പേഴ്സൺ ആയിരിക്കുമല്ലോ ഒരു വാർഡിൻ്റെ വാർഡ് സിസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന നേഴ്സിംഗ് പരിപാടികളൊക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഡയറക്റ്റ് നേഴ്സിംഗ് കെയർ ഉണ്ട്, ഇൻഡയറക്റ്റ് നേഴ്സിംഗ് കെയർ ഉണ്ട്, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി വാർഡുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളാണ് വാർഡ് സിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ വാർഡ് സിസ്റ്ററിന് ഈ പറയുന്ന നേഴ്സിംഗ് സർവീസിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് പല പല ഇൻഫർമേഷൻ കൊടുക്കുക, അവരെ ടീച്ച് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളും അവരുടെ ഉത്തരവാദിത്തത്തിൽ വരുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു നേഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഹോസ്പിറ്റലുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആയിരിക്കുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾ അവിടെ പഠിക്കാനും ട്രെയിനിങ്ങിനും ഒക്കെ പോകും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവരെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യത്തിലും അവർക്ക് ടീച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിലും ഒരു ഇമ്പോർട്ടൻറ്റ് നേഴ്സിംഗ് റെസ്പോൺസിബിലിറ്റി നേഴ്സ് അഡ്മിനിസ്ട്രേറ്റർക്ക് അല്ലെങ്കിൽ ഹെഡ് നേഴ്സിനുണ്ട്. അതെന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ പഠിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാർഡ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, അവരുടെ ടീച്ചിങ് റോൾ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ എന്തുകൊണ്ടാണ് വാർഡ് നേഴ്സിംഗ് പഠിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സ്ഥലമാണ് വാർഡെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് ഹെഡ് നേഴ്സിൻ്റെ റോള്, എന്താണ് സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് വാർഡ് ടീച്ചിങ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, കാരണം നിങ്ങളിപ്പം ഫസ്റ്റ് ഇയർ തൊട്ടേ നിങ്ങൾ വാർഡിൽ പോകുന്നവരാണ്. അപ്പോൾ അവിടുത്തെ ഓരോ വാർഡിലെ ഹെഡ് സിസ്റ്ററിനെ നിങ്ങൾക്കറിയാം. ഒരുപാട് വാർഡിൽ നിങ്ങൾ ട്രെയിനിങ് ക്ലിനിക്കിന് പോയിട്ടുണ്ടാകാം. അപ്പോൾ അവിടെയുള്ള വാർഡ് സിസ്റ്റേഴ്സിനെയൊക്കെ പറ്റി തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ പല കാര്യത്തിലും അവർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെന്ന് ചോദിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം അവരൊത്തിരി നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റ് ആയതുകൊണ്ട് അവർക്ക് ഒത്തിരിയും പ്രാക്ടിക്കൽ നോളജ് ഉള്ള കാറ്റഗറി ഓഫ് പേഴ്സൺ ആണ് ഈ വാർഡ് സിസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് നേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനും പഠിപ്പിക്കാനും ഒക്കെ അവർക്ക് പറ്റും. തന്നെയല്ല, വാർഡെന്ന് പറയുന്ന പേഷ്യൻസ് ഉള്ള സ്ഥലമല്ലേ. അപ്പോൾ നിങ്ങൾ ക്ലിനിക്കിൽ പോകുന്നുണ്ടെങ്കിൽ കോളേജിൽ നിന്ന് തിയററ്റിക്കലി പഠിച്ച കാര്യങ്ങളെല്ലാം തന്നെ കൊണ്ടുപോയി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് പ്രാക്ടിക്കൽ ഫീൽഡിലാണ്. അപ്പോൾ പ്രാക്ടിക്കൽ ഫീൽഡ് എന്ന് നമ്മൾ പറയുന്നത് മെയിൻലി വാർഡാണ്. അവിടെയാണ് പേഷ്യൻസ് ഉള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് പേഷ്യൻറ്റിലോട്ട് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റൂ, അല്ലേ? ഡമ്മി വെച്ച് പഠിക്കുന്നതും പുസ്തകത്തിൽ നിന്ന് തിയറി പഠിക്കുന്നതും എല്ലാം തന്നെ നമ്മൾ കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്നത് പേഷ്യൻസിൻ്റെ അടുത്താണ്, ജീവനുള്ള ഹ്യൂമൻ ബീയിങ്സ് ആയ പേഷ്യൻസിൻ്റെ അടുത്താണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ നഴ്സിംഗ് കൂടുതൽ പഠിക്കുന്നത്. തിയറി എല്ലാം അറിയാവുന്നത് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് നമ്മളൊരു നല്ല നേഴ്സ് ആകാനുള്ള ചാൻസ് തരുന്നതും ഒക്കെ ഈ പ്രാക്ടിക്കൽ ഫീൽഡാണ്. അപ്പോൾ അവിടുത്തെ സുപ്രീം പേഴ്സണായിട്ടുള്ള ഹെഡ് നേഴ്സ് എങ്ങനെയൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വസ്തുത. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ആദ്യമേ വാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയണം. സിസ്റ്റർ അല്ലെങ്കിൽ വാർഡ് ഇൻചാർജ് എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയണ്ട, പക്ഷേ എങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും ഇതുപോലെ ഇതിനെപ്പറ്റിയുള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇൻട്രഡക്ഷനകത്ത് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് വാർഡ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഹെഡ് നേഴ്സ്, ഇങ്ങനെയൊക്കെ നമ്മൾ അറിയണം. മനസ്സിലായോ? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അഡ്മിനിസ്ട്രേഷൻ പഠിപ്പിച്ചപ്പോൾ തന്നെ വാർഡെന്ന് പറയുന്ന മീനിങ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാർഡിലെ ചീഫ് പേഴ്സണാണ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഇൻചാർജാണ് വാർഡ് സിസ്റ്റർ. അപ്പം വാർഡ് സിസ്റ്റർ അവിടെയുണ്ട്, പഠിക്കാൻ വരുന്ന കുട്ടികൾ അവിടെയുണ്ട്, അതുപോലെ തന്നെ പേഷ്യൻസും അവിടെയുണ്ട്. ഈ 3 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർ റിലേറ്റഡ് പേഴ്സൺസ് ആണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പം ആ ഒരു ട്രയാഡിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ അറിവുകളാണ് നിങ്ങൾ നോളജാണ് ക്ലിനിക്കലിൽ നേടിയെടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രസക്തി കൊടുക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന വാർഡ് അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ വാർഡ് നേഴ്സ് അല്ലെങ്കിൽ സ്റ്റാഫ് നേഴ്സ് ആൻഡ് ടീച്ചിങ് ഓഫ് സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ വാർഡ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ വെയർ ദ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് കെയർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഒരു പ്രിൻറ്റിങ് ഇച്ചിരി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിക്കണം. വാർഡ് ഈസ് ദ ഹാർട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ വെയർ ദ പേഷ്യൻസ് ആർ അഡ്മിറ്റഡ് ഫോർ ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ് അത് അവിടെ ഇല്ല, അവിടെ വിട്ടുപോയി, ഓഫ് ഇൽനെസ്, ട്രീറ്റ്മെൻറ്റ് ആൻഡ് കെയർ. ഓക്കെ,
അപ്പോൾ അതാണ് വാർഡെന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ അടുത്തത് നമ്മൾ though the main purpose of the hospital is to care for the sick and injured, another purpose of the hospital existence is training ആൻഡ് ടീച്ചിങ് ഓഫ് മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് മെനി അതർ പാരാമെഡിക്കൽ പേഴ്സണൽ. അത് നമുക്കറിയാമല്ലോ. അതായത് പേഷ്യൻറ്റിന് കെയർ കൊടുക്കാൻ വേണ്ടിയാണ് ഹോസ്പിറ്റൽ നിലകൊള്ളുന്നത് എങ്കിൽ പോലും അതാണ് അതിൻ്റെ മെയിൻ പർപ്പസ് എങ്കിൽ പോലും അതിൻ്റെ ഭാഗമായിട്ട് മെഡിക്കൽ ആൻഡ് നഴ്സിംഗ് ഫീൽഡിൽ റിസർച്ച് നടത്തുക, ആ കോഴ്സ് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി പഠിത്തം അല്ലെങ്കിൽ കോഴ്സ് സംവിധാനം ചെയ്യുക, അവർക്ക് മാക്സിമം ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതും, അതായത് അതിനകത്ത് ആരൊക്കെ വരും, നഴ്സസ് വരും, ഡോക്ടേഴ്സ് വരും, വേറെ ഒരുപാട് മെഡിക്കൽ പേഴ്സൺ ഉണ്ട്, ലാബ് ടെക്നീഷ്യൻ വരാം, എക്സ്റേ ടെക്നീഷ്യൻ വരാം, പിന്നെ ഈ പറയുന്ന നഴ്സസ്, ഡോക്ടേഴ്സ്, പിന്നെ അതുമായിട്ട് ഫാർമസിസ്റ്റ്, റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അവരെല്ലാം ക്ലിനിക്കൽ ഫെസിലിറ്റി കിട്ടാൻ വേണ്ടി വരുന്നത് ഹോസ്പിറ്റലിലെ വാർഡിലാണ്. അതുകൊണ്ടാണ് വാർഡിനെ ദ ഹാർട്ട് ഓഫ് ദി ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? അവിടെയാണ് പേഷ്യൻസ് ഉള്ളത്. പേഷ്യൻ്റാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ ദ ഹോസ്പിറ്റൽ എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാം. അല്ലാതെ ഹോസ്പിറ്റൽ ഡയറക്ടർ ഒന്നും അല്ല. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ എ ഹോസ്പിറ്റൽ ഇസ് ദ പേഷ്യൻറ്റ്. അപ്പോൾ പേഷ്യൻറ്റിന് കെയർ കൊടുക്കാനുള്ള ഡോക്ടേഴ്സ്, ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടേഴ്സ്, കെയർ കൊടുക്കാനുള്ള നഴ്സസ്, അവരെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട്, നഴ്സിംഗ് സൂപ്രണ്ട്, ഇവരെല്ലാം തന്നെ ഇൻ്റർ റിലേറ്റഡ് ആണ് ടു ഗിവ് ദ സുപ്രീം കെയർ ഓഫ് ഒബ്ജക്റ്റീവ് ഓഫ് ഗിവിങ് കെയർ ഫോർ ദ പേഷ്യൻറ്റ്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പം ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സസ് ആണെങ്കിലും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാരാമെഡിക്കൽ പേഴ്സൺ ആയിട്ട് വന്ന് വർക്ക് ചെയ്യണമെങ്കിൽ അവർ ആദ്യം അവരുടെ കോഴ്സ് പാസ്സാകണം, അല്ലേ? കോഴ്സ് കഴിയണം, പരീക്ഷ എഴുതണം, പാസ്സാകണം, എങ്കിൽ മാത്രമേ അവർ രജിസ്റ്റേർഡ് പേഴ്സണായിട്ട് വന്ന് ഈ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റും, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളപ്പം അവരാക്കി എടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ തിയററ്റിക്കലി ആൻഡ് പ്രാക്ടിക്കലി പഠിക്കണം. ആ പഠിപ്പിക്കുന്നതിലും ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ഏറ്റെടുത്തേക്കുന്ന ഒരാളാണ് വാർഡ് സിസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് നഴ്സ്. ഓക്കെ, അപ്പം ദോ ദ മെയിൻ പർപ്പസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഈസ് ടു കെയർ ഫോർ ദ സിക്ക് and the injured, another purpose of hospital existence is training, teaching of medical, nursing and many other paramedical personnel. Okay, ഇനി നമുക്ക് വാർഡ് അഡ്മിനിസ്ട്രേറ്റർ ആസ് എ ടീച്ചർ. ഹൂ ഈസ് ദ വാർഡ് അഡ്മിനിസ്ട്രേറ്റർ? ദ ഹെഡ് നഴ്സ് ഓർ ദ വാർഡ് സിസ്റ്റർ. ഓക്കെ, അത് പല ഹോസ്പിറ്റലിലും പല പേരിലാണ് അറിയപ്പെടുന്നത്. ചിലർ വാർഡ് സിസ്റ്ററിന് വിളിക്കും, ചിലർ ഹെഡ് നഴ്സിന് വിളിക്കും, ചിലർ ഇൻചാർജ് എന്ന് വിളിക്കും. അപ്പോൾ ആരായാലും ദിസ് ഈസ് ദ പേഴ്സൺ ഹു ഈസ് ദ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി nursing department or the nursing chief administrator of the ward. അതാണ് ഹെഡ് നഴ്സ്. സോ ദ പേഴ്സൺ ഇൻ ചാർജ് ഓഫ് ദ വാർഡ് മാനേജ്മെൻറ്റ് ഈസ് കോൾഡ് ആസ് വാർഡ് അഡ്മിനിസ്ട്രേറ്റർ, വാർഡ് സിസ്റ്റർ ഓർ ദ ഹെഡ് നഴ്സ്. Apart from overall administrative responsibility of patient care, she is also responsible for teaching of various type of students coming for training. അതായത് അവരുടെ മെയിൻ അഡ്മിനിസ്ട്രേറ്റീവ് റെസ്പോൺസിബിലിറ്റി ഫോർ ഗിവിങ് കെയർ. അത് ഡയറക്റ്റ് ആകാം, ഇൻഡയറക്റ്റ് ആകാം. ചിലപ്പോൾ അവർ ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ കൊടുക്കും, അല്ലേ? അതുപോലെ തന്നെ അവിടുത്തെ ആൾക്കാരെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. സപ്ലൈസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് വേണം, ലോണ്ടസ് വേണം, ജനറൽ സ്റ്റോറിൽ നിന്ന് പല പല സാധനങ്ങൾ വാങ്ങണം. ഇതിലെല്ലാം ഉത്തരവാദിത്വം ആരുടെയാണ്? അപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഒത്തിരി ഹെഡ് നേഴ്സിനുണ്ട്, അല്ലേ? അത് ഡയറക്റ്റും പേഷ്യൻ്റ് കെയറുമായിട്ട് ഡയറക്റ്റും ആകാം, ഇൻഡയറക്റ്റും ആകാം. അതിൻ്റെ കൂടെ തന്നെ ഈ വരുന്ന കുട്ടികളെ പഠിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, അവരെ സൂപ്പർവൈസ് ചെയ്യുക, അവരെ ഗൈഡ് ചെയ്യുക, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള ഒത്തിരി ഉത്തരവാദിത്തങ്ങളും ദ ഹെഡ് നഴ്സ് ഓഫ് ദി വാർഡ് അല്ലെങ്കിൽ ചീഫ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് ദി വാർഡിന് ഉണ്ട്. ഓക്കെ, പിന്നെ വാർഡ് ആസ് എ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഫോർ ലേണിംഗ് ആൻഡ് നഴ്സിംഗ്. അതായത് എന്തുകൊണ്ടാണ് വാർഡെന്ന് പറയുന്ന ഏരിയ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആൻഡ് ആപ്റ്റ് പ്ലേസ് ഫോർ ലേണിംഗ് നഴ്സിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു കുട്ടികൾ നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികളായാലും അവർക്ക് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള പ്രാക്ടിക്കൽ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് വാർഡ്, അല്ലേ? അവിടെയല്ലേ പേഷ്യൻ്റ് കിടക്കുന്നത്. അപ്പോൾ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് എങ്ങനെയാണ് നമ്മൾ തിയററ്റിക്കലി നേഴ്സിംഗ് ആർട്സ് ലാബിൽ ഇരുന്ന് പഠിച്ചാലും റിയലായിട്ട് കൊണ്ടുവന്ന് പേഷ്യൻറ്റിനെ കുത്തുന്നത് പേഷ്യൻ്റ് കിടക്കുന്ന വാർഡിൽ വന്നിട്ട് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ പേഷ്യൻ്റായിട്ടൊരു പേഷ്യൻ്റ് ആ വാർഡിലുള്ളപ്പം ആ വാർഡിൽ വെച്ചാണ് പേഷ്യൻറ്റിൻ്റെ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ. അപ്പോൾ അതുകൊണ്ടാണ് വാർഡിന് ഒത്തിരി സിഗ്നിഫിക്കൻസ് വരുന്നത്. സോ വാർഡ് ഈസ് ദ ഐഡിയൽ ഫീൽഡ് ഫോർ ലേണിംഗ് നേഴ്സിംഗ് ബിക്കോസ് പേഷ്യൻറ്റ് ദ സെൻട്രൽ പോയിൻ്റ് ഓഫ് ലേണിംഗ് ഈസ് ഇൻ ദ വാർഡ്. അതായത് നമ്മളുടെ സെൻട്രൽ പോയിൻ്റ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്ന പേഷ്യൻ്റാണ്. ആ പേഷ്യൻ്റ് കിടക്കുന്ന സ്ഥലമാണ് വാർഡ്, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് വാർഡ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണെന്നും നേഴ്സിംഗ് പഠിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലേസാണ് വാർഡെന്ന് പറയാൻ കാരണം അതാണ്. ഓക്കെ, ദെൻ വാട്ട് എവർ തിയററ്റിക്കൽ നോളജ് എ സ്റ്റുഡൻറ്റ് നേഴ്സ് അക്വയർ ഫ്രം ദ ക്ലാസ് റൂം ക്യാൻ ബി അപ്ലൈഡ്
ടു പ്രാക്ടീസ് ഓൺലി വെൻ ഷീ ഗോസ് ടു ദ പേഷ്യൻ്റ് ഇൻ ദ വാർഡ്. അല്ലേ, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിച്ചാലും നമ്മൾ തിയററ്റിക്കലി ഒത്തിരി നോളജ് അറിയാനും വേണമെങ്കിൽ പരീക്ഷയ്ക്ക് പേപ്പറിൽ അതെല്ലാം എഴുതാം. അത് തിയററ്റിക്കലി 100 മാർക്കും നമുക്ക് മേടിക്കാം. അതിനകത്ത് നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്താൽ മതി. അല്ലേ, മൈൻഡ് പ്രോപ്പർലി ചെയ്താൽ മതി. അതേസമയം ഇതെല്ലാം കൊണ്ടുവന്ന് അപ്ലൈ ചെയ്യണമെങ്കിൽ കുറേ കൂടെ ബുദ്ധി ഉപയോഗിക്കണം. അല്ലെങ്കിൽ അവിടെ ഒത്തിരി പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകാം, പ്രാക്ടിക്കൽ പ്രോബ്ലം ഉണ്ടാകാം. അപ്പോൾ തിയറി മാത്രം നമ്മുടെ കയ്യിലിരുന്നുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു നല്ല നേഴ്സാകത്തില്ല, 100 മാർക്ക് വാങ്ങിച്ചാൽ പോലും. അപ്പോൾ അത് കൊണ്ടുവന്ന് പേഷ്യൻറ്റിൽ എങ്ങനെയാണ് തെറ്റുകുറ്റങ്ങളില്ലാതെ അപ്ലൈ ചെയ്തിട്ട് പേഷ്യൻ്റ് എന്തിനാണോ ആശുപത്രിയിൽ വന്നത് ആ ലക്ഷ്യം നേടി പേഷ്യൻ്റ് പോകണമെങ്കിൽ ഈ തിയററ്റിക്കൽ നോളജ് എല്ലാം തന്നെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യണം റൈറ്റ് വേയിൽ. അത് അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് നമ്മളുടെ വാർഡെന്ന് പറയുന്ന പേഷ്യൻ്റ് കിടക്കുന്ന സ്ഥലം. സോ വാട്ട് എവർ തിയററ്റിക്കൽ നോളജ് സ്റ്റുഡൻറ്റ് നോസ് അക്വയർ ഫ്രം ദ ക്ലാസ് റൂം ക്യാൻ ബി അപ്ലൈഡ് ടു പ്രാക്ടീസ് ഓൺലി വെൻ ഷീ ഗോസ് ടു ദ ഹോസ്പിറ്റൽ ഇൻ ദ വാർഡ്. അതിന് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ it is in the ward that the student nurse learns skill, attitude, manners and managerial skill. അപ്പം നമ്മൾ എത്രമാത്രം ബുദ്ധിയുള്ള ഒരു കുട്ടിയാണ്, പഠിക്കാൻ നല്ല കഴിവുണ്ട്, നല്ല മെമ്മറി പവർ ഉണ്ട്, അത് നല്ല 100 മാർക്കും വാങ്ങിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും ഇതെല്ലാം നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ്. അവിടെ പ്രാക്ടീസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. നോളജ് വേണം, ആ നോളജ് കൊണ്ട് അപ്ലൈ ചെയ്യുന്ന ആ ഒരു പ്രാക്ടിക്കൽ സ്ഥലമാണ് വാർഡെന്നും അങ്ങനെയുള്ള ഒരു പ്രാക്ടീസാണ് നേഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഒരു നേഴ്സ് അവിടെ തിയറിയുമായിട്ട് നല്ല ഫുൾ തിയറിയുമായിട്ട് അവിടെ വരുമ്പോൾ തന്നെ അത് മാത്രം പോരാ. ഷീ ഷുഡ് ലേൺ ദ സ്കില്ലെന്ന് പറഞ്ഞാൽ നോളജ് എങ്ങനെയാണ് പ്രാക്ടീസ് ആക്കുന്നുള്ള ആ അവെയർനെസ്സിനാണ് നമ്മൾ സ്കില്ലെന്ന് പറയുന്നത്. വാട്ട് എവർ ടെക്നിക് ഷീ ഈസ് യൂസിങ് ടു അപ്ലൈ തിയറി ഇൻ ടു പ്രാക്ടീസ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് സ്കിൽ. അല്ലേ, ഇപ്പം നമ്മളൊരു ഇഞ്ചക്ഷൻ കൊടുക്കാൻ തന്നെ നമ്മൾ നേഴ്സിംഗ് ആൻഡ് ലാബ് വെച്ച് പഠിക്കും. പക്ഷേ ആ ഇഞ്ചക്ഷൻ കൊണ്ട് നമ്മൾ എങ്ങനെയാണെന്ന് ഇങ്ങോട്ട് വാർഡിൽ വന്നു കഴിഞ്ഞ് വാർഡിൽ വെച്ച് പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി കുത്തുന്നത് എപ്പോഴും നമ്മൾ അവിടെ വെച്ചാൽ. അതേസമയം നേഴ്സിംഗ് ലാബ് ആർട്സ് ലാബിൽ ജീവനില്ലാതെ കിടക്കുന്ന ഒരു ഡമ്മിയെ കുത്തിയാൽ അത് റിയാക്ട് ചെയ്യത്തില്ല, അതിന് ലൈഫില്ല, അത് റെസ്പോണ്ട് ചെയ്യത്തില്ല. അവിടെ കുത്തി നോക്കുന്നതുകൊണ്ട് എങ്ങനെ ഹ്യൂമൻ ബീയിങ്ങിനെ എങ്ങനെ കെയർ കൊടുക്കണമെന്നാണ് നമ്മൾ പഠിക്കാനുള്ളവർ. അല്ലേ, അപ്പോൾ അങ്ങനെയുള്ളത് ഒരു ഡോളിനെ കുത്തി പഠിച്ചിട്ട് അവിടെ റിയാക്ഷൻ കാണിക്കാത്ത ഒരു ഇനാനിമേറ്റ് ഒബ്ജക്റ്റായ ഡോളിനെ കുത്തി പഠിപ്പിച്ചാൽ എത്രമാത്രം നമ്മളത് മനസ്സിലാക്കാനാണ്. അതേസമയം നമ്മൾ റിയൽ ലൈഫിൽ വന്നൊരു പേഷ്യൻറ്റിനെ കുത്തി കഴിയുമ്പം പേഷ്യൻറ്റിന് പെയിനോട് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, പേഷ്യൻറ്റിനോട് നമ്മൾ ചോദിക്കും പെയിൻ വന്നോ, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ആങ്സൈറ്റി പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളവിടെ ഇൻട്രാക്ട് ചെയ്യും, നമ്മൾ സംസാരിക്കും. അവർ നമ്മളെപ്പോലുള്ള ജീവനുള്ള ഒരു വ്യക്തിയാണെന്ന് നമ്മൾ മനസ്സിലാകും. അപ്പോൾ നമ്മൾ കുറേ കൂടെ കെയർ ആൻഡ് കൺസിഡറേഷൻ അവിടെ എടുക്കും ഡമ്മിയെ കുത്തുന്നതിനേക്കാളും. അല്ലേ, അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ഇതാണ് ഈ വാർഡെന്ന് പറയുന്ന പ്ലേസാണ് വെയർ ദ സ്റ്റുഡൻറ്റ് നേഴ്സ് ലേൺ ദ സ്കിൽ, ആറ്റിറ്റ്യൂഡ്, മാനേഴ്സ് ആൻഡ് മാനേജറിയൽ സ്കിൽസ്. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവിടെ മാനേഴ്സ് കാണിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളുടെ മനോഭാവം. അല്ലെങ്കിൽ ഓരോ വ്യക്തിയും നമ്മൾ ചെല്ലുന്ന ഓരോ വ്യക്തികളും ഓരോ പേഷ്യൻറ്റും പലതരത്തിലുള്ള സ്വഭാവം കാണിക്കുന്നവരാണ്. അപ്പോൾ ഓരോ വ്യക്തിയോടും നമ്മൾ അവരുടെ ബിഹേവിയർ അനുസരിച്ചായിരിക്കും അങ്ങോട്ട് റെസ്പോണ്ട് ചെയ്യേണ്ടതും. അല്ലേ, നമ്മൾ സോഷ്യോളജിയും സൈക്കോളജിയും ഒക്കെ പഠിക്കുന്നതൊക്കെ പേഷ്യൻറ്റിനോട് പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രോപ്പർലി റെസ്പോണ്ട് ചെയ്യണമെങ്കിൽ നമ്മളുടെ ആറ്റിറ്റ്യൂഡിലും ഒക്കെ വ്യത്യാസം വരുത്തണം. അത് നമ്മൾ പഠിക്കാൻ കിട്ടുന്ന സ്ഥലമാണ് വാർഡ്. ഓക്കെ, പിന്നെ ദ വാർഡ് ടീച്ചിങ് ഈസ് എ സപ്ലിമെൻറ്റ് ടു ക്ലാസ് റൂം ടീച്ചിങ്, ദ സ്റ്റുഡൻസ് ഗെറ്റ് എ ലോട്ട് ഓഫ് പ്രാക്ടിക്കൽ നോളജ് ഫ്രം ദ വാർഡ് ടീച്ചിങ്. അതായത് ക്ലാസ്സിൽ പറയുന്ന എല്ലാ തിയറിയും നമുക്ക് വാർഡിൽ നിന്ന് കിട്ടത്തില്ല. ക്ലാസ് റൂമിൽ നമ്മൾ തിയറി എല്ലാം പഠിക്കും, അതുകൊണ്ട് വാർഡിൽ ഈ തിയറി എല്ലാം കൊണ്ടുപോയി അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് വാർഡ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വാട്ട് എവർ തിങ്സ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദ വാർഡ് അല്ലെങ്കിൽ വാർഡ് ടീച്ചിങ് ഒരിക്കലും എപ്പോഴും ഒരു സപ്ലിമെൻ്ററി പ്രോസസ്സാണ് ക്ലാസ് റൂം ടീച്ചിങ്ങിൻ്റെ. അതിനെ ആഡ് ചെയ്ത് കൊടുക്കുന്ന അവിടെ കിട്ടുന്ന നോളജിനെ കുറേ കൂടെ ഫലവത്താക്കുന്ന, അല്ലെങ്കിൽ പുഷ്ടിയേകുന്ന, അല്ലെങ്കിൽ അതെങ്ങനെയാണെന്നും കാര്യകാരണ സഹിതം മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏറിയയാണ് ഈ വാർഡ് ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ വാർഡ് ടീച്ചിങ് നമുക്ക് എപ്പോഴും ഇത് ക്ലാസ് റൂം ലേണിങ്ങിൻ്റെ സപ്ലിമെൻ്ററി ആക്ടിവിറ്റി ആണെന്ന് പറയാം. എങ്കിൽ പോലും ഒരുപാട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നത് എപ്പോഴും വാർഡിൽ നിന്നാണ്, ക്ലാസ് റൂമിൽ നിന്നല്ല. ക്ലാസ് റൂമിൽ നമ്മൾ എന്താ തിയറി അല്ലേ പഠിക്കുന്നുള്ളൂ, അല്ലേ. അതേസമയം ആ തിയറി കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എങ്ങനെയാണ് പേഷ്യൻ്റ് റിയാക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് അതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, ആ ചെയ്യുന്നതുകൊണ്ട് പേഷ്യൻറ്റിൽ എന്ത് ഫലമാണ് ഉണ്ടാകുന്നത്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അവിടെ വാർഡ് ഇസ് എ പ്ലേസ് വെയർ എ പേഷ്യൻ്റ് ഈസ് കൺസിഡർഡ് ആസ് എ ഹ്യൂമൻ ബീയിങ് ആൻഡ് വി ആർ റെസ്പോണ്ടിങ് ടു ദ ഹ്യൂമൻ ബീയിങ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദി പേഷ്യൻ്റ്. മനസ്സിലായല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് വാർഡിനുള്ള സിഗ്നിഫിക്കൻസ് വരുന്നത്. അല്ലെ പിന്നെ നമ്മൾ വാർഡിൽ വരണ്ടല്ലോ, നേഴ്സിംഗ് വെറുതെ ഒരു കുറേ തിയറി നേഴ്സിംഗ് ആർട്സ് ലാബിൽ പ്രാക്ടിക്കലും കാണിച്ചങ്ങ് പോയാൽ മതിയല്ലോ. അല്ലാതെ എന്തിനാണ് കുട്ടികളെയൊക്കെ ക്ലിനിക്കൽ ഫീൽഡ് വിടുന്നത്?
കാരണം ക്ലിനിക്കൽ ഫീൽഡിൽ നിന്ന് അല്ലെങ്കിൽ വാർഡിൽ നിന്ന് അത്രമാത്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അത് പലതും പോസിറ്റീവാകാം, നെഗറ്റീവാകാം. നമ്മൾക്ക് നെഗറ്റീവായിട്ടുള്ളത് കാണുമ്പോൾ നമ്മൾ പറയാം ഇങ്ങനെയും കാര്യങ്ങൾ സംഭവിക്കാം, അത് എങ്ങനെ പരിഹരിക്കണം, നെക്സ്റ്റ് ടൈം ഇത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നമുക്ക് തെറ്റുകൾ പറ്റാം, നെക്സ്റ്റ് ടൈം അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല, നിങ്ങളെ സൂപ്പർവൈസ് ചെയ്യാൻ ആളുണ്ടായിരിക്കും, ഗൈഡ് ചെയ്യാൻ ആളുണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ പ്രാക്ടിക്കൽ നോളജിന് നിങ്ങൾക്ക് പരീക്ഷ പോലും ഉണ്ട്. അപ്പം എത്രമാത്രം വാർഡിലെ സ്കില്ല് കുട്ടികൾക്ക് എത്രമാത്രം ഉണ്ടെന്ന് അസസ് ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാം. അപ്പോൾ പ്രാക്ടിക്കൽ എക്സാമും തിയററ്റിക്കൽ എക്സാമും കൂടെ ശരി ഒന്നിച്ച് പോയെങ്കിൽ മാത്രമല്ലേ നമ്മൾ കോഴ്സ് പാസ്സാകത്തുള്ളൂ. ഇപ്പം തിയറിക്ക് 100-ൽ 100 മാർക്ക് വാങ്ങിച്ച ഒരു കുട്ടി പ്രാക്ടിക്കലി തോറ്റുപോയാൽ ആ കുട്ടി ജയിക്കത്തില്ലല്ലോ. അപ്പം ഇത് രണ്ടും ഈക്വലി സിഗ്നിഫിക്കൻ്റ് ആണെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ അത് മാക്സിമം അക്വയർ ചെയ്യുന്ന സ്ഥലമാണ് വാർഡ്. ഓക്കെ, പിന്നെ in the ward only the students see the relationship between the symptoms and the treatment, mind and the body, cause and effect of the illness, prevention and cure of illness. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ചാൻസ് കിട്ടുന്ന ഒരേ ഒരു സ്ഥലമാണ് ഹോസ്പിറ്റലിലെ വാർഡ്. എന്തൊക്കെയാണ്? ദാറ്റ് ഈസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിംറ്റം ആൻഡ് ദ ട്രീറ്റ്മെൻറ്റ്. ഒരു രോഗി ഒരു രോഗലക്ഷണമായിട്ട് ആശുപത്രി വരുന്നു, അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പം ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോൾ അത് പേഷ്യൻ്റ് ബെറ്റർ ആകുമോ, പേഷ്യൻ്റ് ഡിറ്റീരിയോറേറ്റ് ചെയ്തോ പോകാം. അപ്പം ഈ പറയുന്ന ട്രീറ്റ്മെൻറ്റും പേഷ്യൻ്റെ സിംറ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു സ്ഥലമാണ് വാർഡ്. ഇപ്പോൾ ഡെയിലി ഡോക്ടർ വരുന്നുണ്ടെ റൗണ്ട്സിൽ വരുമ്പോൾ ഡോക്ടർ എന്താ നോക്കുന്നത്? ഇന്നലെയിൽ നിന്ന് ഇന്ന് പേഷ്യൻ്റ് എത്രമാത്രം വ്യത്യാസമുണ്ട്, അത് പോസിറ്റീവ് സൈഡിലേക്കാണോ നെഗറ്റീവ് സൈഡിലേക്കാണോ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എന്ത് വ്യത്യാസമാണ് പേഷ്യൻ്റ് സിംറ്റംസിൽ ഉണ്ടായിരിക്കുന്നത്, പേഷ്യൻ്റ് ബെറ്റർ ആയോ, പേഷ്യൻ്റ് ബാഡ് ആയോ. അപ്പോൾ അത് ഡെയിലി അസസ് ചെയ്യുകയാണ് നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് സിംറ്റവും ട്രീറ്റ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലമാണ് പേഷ്യൻ്റ് കിടക്കുന്ന വാർഡെന്ന് പറയാം. അതുപോലെ തന്നെ മൈൻഡും ബോഡിയും തമ്മിൽ, അതായത് മൈൻഡും ബോഡി എന്ന് പറഞ്ഞാൽ വ്യക്തികൾക്കെല്ലാം മൈൻഡും ഉണ്ട് ബോഡിയുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടും ഒരു കോയിൻ്റെ 2 വശങ്ങളാണെന്ന്. മൈൻഡ് ഇല്ലാതെ ബോഡി ഇല്ല, ബോഡി ഇല്ലാതെ മൈൻഡും ഇല്ല. തന്നെയല്ല നമ്മൾ ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ തന്നെ പഠിക്കുന്നതും അത് തന്നെയാണ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ മൈൻഡും ബോഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു വ്യക്തിയുടെ മൈൻഡ് എങ്ങനെ ബോഡിയെ ബാധിക്കാം, ബോഡി എങ്ങനെ മൈൻഡിനെയും ബാധിക്കാം, ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് നമ്മൾ വാർഡിൽ ചെല്ലുമ്പോൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴാണ്, അല്ലേ? അതേസമയം നഴ്സിംഗ് ആൻഡ് സ്റ്റാഫിലെ ഒരു ഡമ്മിയുടെ അടുത്ത് തന്നെ ഇതെന്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. പിന്നെയുള്ളത് ഇഫക്റ്റ് ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് ഓഫ് ഇൽനെസ്. അതായത് ഒരു രോഗം ഉണ്ടായാൽ അതെന്തെല്ലാം പത്തോഫിസിയോളജിയാണ് രോഗിയിൽ ഉണ്ടാക്കുന്നത്. അയാൾ നോർമലിൽ നിന്ന് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്ത് പോകുന്നു, അയാളെ തിരിച്ചെങ്ങനെ കൊണ്ടുവരാം, അല്ലെങ്കിൽ പത്തോഫിസിയോളജി എങ്ങനെയാണ്, അതായത് മീൻസ് അതിൻ്റെ അനാറ്റമിയിൽ വ്യത്യാസം വരാം, ഫിസിയോളജിയിൽ വ്യത്യാസം വരാം രോഗം കൊണ്ട്. അതെങ്ങനെ ഉണ്ടായി, അതിനെ ഇന്ന ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ അത് തിരിഞ്ഞ് വന്ന് പേഷ്യൻ്റ് നോർമലി ആയി തിരിച്ചു പോകുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നത് രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോഴാണ്, വാർഡിൽ വെച്ച്. പിന്നെ പ്രിവെൻഷൻ ആൻഡ് ക്യൂർ ഓഫ് ഇൽനെസ്. ഇനി രോഗം വരാതെ സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്, വന്നത് എങ്ങനെ ക്യൂർ ചെയ്ത് വീട്ടിൽ വിടാം എന്ന് ഒക്കെ മനസ്സിലാക്കുന്നതും നമ്മൾ പേഷ്യൻ്റെ അടുത്ത് പോകുമ്പോഴാണ്. അപ്പോൾ ഇത്രയും കാര്യം ഓപ്പർച്യൂണിറ്റി തരുന്ന ഒരു സ്ഥലമാണ് വാർഡ്. അപ്പോൾ അതുകൊണ്ടാണ് വാർഡ് ഈസ് എ സിഗ്നിഫിക്കൻറ്റ് പ്ലേസ് ഫോർ ലേണിംഗ് നഴ്സിംഗ്, അല്ലേ? ഒരിക്കലും ഒരു വാർഡില്ലാതെയും പേഷ്യൻ്റ് ഇല്ലാതെയും ഒരിക്കലും ആർക്കും നേഴ്സാകാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് സിഗ്നിഫിക്കൻസ് ഓഫ് വാർഡ്, ഹൗ മച്ച് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ നഴ്സിംഗ് എന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, പിന്നെ ഹെഡ് നേഴ്സസ് റോൾ ഇൻ വാർഡ് ടീച്ചിങ്. അത് ഞാൻ നേരത്തെ മുമ്പേ കുറച്ച് പറഞ്ഞായിരുന്നു. അതായത് ഹെഡ് നേഴ്സ് എന്ന് പറയുന്ന ആൾ ഏറ്റവും ടോപ്പ് എക്സിക്യൂട്ടീവ് പവറുള്ള വാർഡിലെ ഏറ്റവും അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള പൊസിഷനിലിരിക്കുന്ന ഒരാളാണ്. ഷീ മേ ബി ദ സീനിയർ മോസ്റ്റ് പേഴ്സൺ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അവിടെ ഉണ്ട്. അത് ഡയറക്റ്റ് കെയർ ആകാം, ചിലപ്പം ഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ കൊടുക്കും, ചിലപ്പോൾ ഇൻഡയറക്റ്റ് പേഷ്യൻ്റ് കെയർ കൊടുക്കും, ചിലപ്പം ആ വാർഡിലേക്കുള്ള നല്ല കെയർ കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുക എന്ന് പറയുന്നത് സിസ്റ്ററിൻ്റെ ജോലിപ്പെടും. പിന്നെ ഹോസ്പിറ്റലിലെ പോളിസി പ്രൊസീജിയർ അങ്ങനെയുള്ളതൊക്കെ ഒത്തുപോകുമ്പോൾ പല വാർഡുകൾ ചേരുന്നതാണല്ലോ ഒരു ആശുപത്രി. അപ്പം അവർക്ക് പല മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യണം, പല ഇൻസ്ട്രക്ഷൻസ് സുപ്പീരിയേഴ്സിൽ നിന്ന് കിട്ടും, അതൊക്കെ എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി പവർ അവർക്കുണ്ട്, ജോലിയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അഡീഷണലായിട്ട് വരുന്ന ഒരു റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. അതായത് അവിടെ വരുന്ന ടീച്ചിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന എത്ര സ്റ്റുഡൻസ് അവർ വന്നാലും അവരെ ഗൈഡ് ചെയ്യുക, പഠിപ്പിക്കുക, ഇൻസ്ട്രക്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. അതും അവർ റൈറ്റ് പേഴ്സണാണ്, വാർഡിലെ റൈറ്റ് പേഴ്സണാണ് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ. അതായത് പല കുട്ടികളും വന്ന് സംശയം ചോദിക്കുന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ അവർക്ക് പറയാൻ കഴിയണം. അത്രമാത്രം നോളജ് ഉള്ളവരാണ് അവർ, അത്രമാത്രം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ് അവർ, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സണാണ് റോൾ ഓഫ് ദി ഹെഡ് നേഴ്സ് ഇൻ വാർഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഷീ ഈസ് ഇൻ ദ റൈറ്റ് പ്ലേസ് ടു ടീച്ച് മെനി തിങ്സ് ടു ദ സ്റ്റുഡൻസ്, എസ്പെഷ്യലി പ്രാക്ടിക്കലി.
അതായത് ഇൻ അഡീഷൻ ടു ദ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് റിലേറ്റഡ് ടു പേഷ്യൻറ്റ് കെയർ, ദ ഹെഡ് നേഴ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എഡ്യൂക്കേഷണൽ പ്രോഗ്രാം ഓഫ് ദി സ്റ്റുഡൻസ് ത്രൂ പ്ലാൻഡ് വാർഡ് ഇൻസ്ട്രക്ഷൻ. അത് പ്ലാൻഡും ആകാം. ഇതിനകത്ത് ഞാൻ മെയിൻലി പ്ലാൻഡ് എന്ന് പറഞ്ഞേക്കുമ്പോൾ അൺപ്ലാൻഡും ആകാം. നമ്മൾ പറയാറുണ്ടല്ലോ ഇൻസിഡൻ്റൽ ടീച്ചിങ് ആൻഡ് പ്ലാൻഡ് ടീച്ചിങ്. ഇൻസിഡൻ്റൽ ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസിഡൻറ്റ് ഓൺ ദ സ്പോട്ടിൽ എന്തോ ഒരു കുറ്റം, ഒരു തെറ്റ് ഒരു കുട്ടി കാണുന്നത് കണ്ട് അവിടെ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇൻസിഡൻ്റൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പിന്നെ പ്ലാൻഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് ഏതാണെന്ന് തീരുമാനിച്ച് ആലോചിച്ച് ഒരു സബ്ജക്റ്റ് എടുത്തിട്ട് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിനെപ്പറ്റി പ്രിപ്പയർഡ് ആയിട്ട് വന്ന് ക്ലാസ് എടുക്കുന്നത് പ്ലാൻ ടീച്ചിങ്ങാണ്. അതിന് പ്രത്യേക സമയം വേണം. അതിന് നേരത്തെ ഇൻഫോം ചെയ്യാൻ, ഞാൻ നാളെ ഇന്ന ക്ലാസ് എടുക്കും എന്നൊക്കെ. വീക്ക്ലി ക്ലാസ് കാണും, ചിലപ്പോൾ മന്ത്ലി ക്ലാസ് കാണും. അതൊക്കെ പ്ലാൻഡ് ടീച്ചിങ്. അതേസമയം ഇൻസിഡൻ്റൽ ടീച്ചിങ് എന്ന് പറയുന്നത് അതല്ല. ഇപ്പോൾ തന്നെ ഒരു പേഷ്യൻ്റ് ഒത്തിരി ഒരു കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റ് അഡ്മിറ്റ് ചെയ്യുക, പേഷ്യൻ്റ് ഓൾ ഓവർ ദ ബോഡി പേഷ്യൻ്റ് എഡിമ ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു ഡിസീസ് കണ്ടീഷനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ, പേഷ്യൻ്റെ സിംറ്റമറ്റോളജി പഠിക്കുമ്പോൾ തന്നെ എഡിമയെ പറ്റി പഠിക്കും. അപ്പോൾ നമ്മൾ പറയും പേഷ്യൻറ്റിന് ഡിപ്പെൻഡൻ്റ് എഡീമയാണ്, പിറ്റിംഗ് എഡീമയാണ്. അത് കൂടുതലും പിന്നെ അതായത് പേഷ്യൻ്റ് എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ ഒക്കെ കാലിൻ്റെ പാദങ്ങളിലൊക്കെ വരും. അങ്ങനെയൊക്കെ നമ്മൾ തിയറിയിലും ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അങ്ങനെ ഒരു പേഷ്യൻ്റ് വാർഡിൽ വരുമ്പോൾ സിസ്റ്റർ വന്ന് കാണിക്കും, ഇങ്ങോട്ട് വന്ന കുട്ടികൾ ഇത് കണ്ടോ, ഈ പേഷ്യൻ്റ് കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ ഉള്ള പേഷ്യൻ്റാണ്, പേഷ്യൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്ക്, നിങ്ങൾ പഠിച്ചതെല്ലാം തന്നെ ഇപ്പോൾ ഈ പേഷ്യൻറ്റിലുണ്ടോ. അല്ലെങ്കിൽ അതായത് എപ്പോഴും പേഷ്യൻസ് യുണീക്ക് പേഴ്സൺ ആണല്ലോ. പുസ്തകത്തിൽ പഠിച്ച എല്ലാം തന്നെ പേഷ്യൻറ്റിൽ ചിലപ്പോൾ കാണണമെന്നില്ല, ചിലപ്പോൾ ഇൻറ്റൻസിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു സിസ്റ്റർ അവരെ എല്ലാവരും വിളിച്ചിട്ട് നിങ്ങൾ ഇവിടെ വന്ന് പേഷ്യനെ ചെക്ക് ചെയ്യുക, നിങ്ങൾ എന്തെല്ലാം പഠിച്ചതിൽ നിന്ന് എന്തെല്ലാം അതിനകത്തുണ്ടെന്ന് നോക്ക്. അല്ലെങ്കിൽ ഇന്ന പേഷ്യൻ്റാണ്, ഒരു റീനൽ ഫെയിലിയർ ഉള്ള പേഷ്യൻ്റാണ്, എന്തെല്ലാം ഇൻവെസ്റ്റിഗേഷൻ ആ പേഷ്യൻ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്തെല്ലാമാണ് പഠിച്ചിട്ടുള്ളത്, അതിൽ എത്ര ഇൻവെസ്റ്റിഗേഷൻ ഈ പേഷ്യൻ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ റിസൾട്ട് എന്താണ്, അത് നോർമൽ വാല്യൂ ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ഇങ്ങനെയുള്ള എത്ര കാര്യങ്ങൾ ഒരു സിസ്റ്ററിന് പഠിപ്പിക്കാൻ പറ്റും. പല ഇൻവെസ്റ്റിഗേഷന് പേഷ്യനെ വിടാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടെ ചിലപ്പം നിങ്ങൾ പോയി, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ പേഷ്യൻ്റ് പോകാൻ നിങ്ങൾ കൂടെ പോയിട്ട് എന്തൊക്കെയാണ് പേഷ്യൻ്റ് ചെയ്തതെന്ന് നോക്കി കണ്ടുപിടിച്ചിട്ട് വാ എന്നൊക്കെ സിസ്റ്റർമാർ പറയാറുണ്ട്. അപ്പോൾ ടീച്ചിങ്ങിൽ ഇൻട്രസ്റ്റ് ഉള്ള സിസ്റ്ററിന് കുട്ടികളെ ഒരുപാട് കാര്യങ്ങൾ പ്രാക്ടിക്കലി പഠിപ്പിച്ചെടുക്കാൻ പറ്റും. മനസ്സിലായോ? അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റർ ഇൻചാർജ് ആണെങ്കിൽ അവരുടെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു വലിയ ഭാഗ്യമാണ്. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ മേത്തത് അവരോട് ചെന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അവരെപ്പോഴും അതിനെ എൻകറേജ് ചെയ്യും. മനസ്സിലായോ? അപ്പം നമ്മൾ തിയററ്റിക്കൽ നോളജ് ഉള്ളത് കൊണ്ട് മാത്രം ഒരിക്കലും ഒരു നഴ്സിംഗ് കോഴ്സ് പഠിച്ച് ഞാൻ പാസ്സായി ഞാൻ മെഡിക്കുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ പറ്റില്ല. യു ഷുഡ് നോ തിയററ്റിക്കൽ നോളജ് മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ പ്രാക്ടിക്കൽ നോളജിലും നല്ല അവയർനെസ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ തെറ്റുകുറ്റങ്ങളൊന്നും വരുത്താതെ പഠിച്ചിറങ്ങുമ്പോൾ സ്വന്തം കാലിൽ നിന്ന് സ്വന്തം തീരുമാനങ്ങളെടുത്ത് ആരെയും പേടിക്കാതെ വർക്ക് ചെയ്യാൻ പറ്റൂ. അതാണ് പറയുന്നത്. അങ്ങനെ നമ്മളാക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് റോള് ഉള്ള ഒരാളാണ് ഹെഡ് സിസ്റ്റർ ഓഫ് എ വാർഡ്, അല്ലെങ്കിൽ എനി സീനിയർ സിസ്റ്റർ ഓഫ് എ വാർഡ്. ഒരുപാട് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ അവർക്ക് വളരെയധികം പറ്റും, വളരെയധികം. ഓക്കെ. പിന്നെ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഷെയറിംഗ് ദ ടീച്ചിങ് റെസ്പോൺസിബിലിറ്റി വേരീസ് വിത്ത് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് എത്രമാത്രം കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ള ഒരു കാര്യം, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ പോളിസി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ചിലപ്പം ഒത്തിരി വാർഡിൽ ആൾ കുറവാണ്, ഒത്തിരി ഷോർട്ടേജ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളപ്പോഴൊന്നും ചിലപ്പോൾ ഹെഡ് നേഴ്സിന് സമയം കിട്ടത്തില്ല. അപ്പോൾ അവർക്ക് ഫസ്റ്റ് പ്രിഫറൻസ് ഒരിക്കലും ടീച്ചിങ്ങിന് കൊടുക്കാനും പറ്റത്തില്ല. കാരണം രോഗങ്ങളുള്ള ഒരുപാട് രോഗികൾ അവിടെ കിടപ്പുണ്ടല്ലോ, അവരുടെ കെയറും അവരുടെ ജോലിയുടെ ഭാഗമല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി അതിനായിരിക്കാം. ബിക്കോസ് ഹെർ പോസ്റ്റ് ഈസ് ആസ് എ നേഴ്സ് ഈവൻ ദോ ഇറ്റ് ഇസ് എ ഹെഡ് നേഴ്സ്. അപ്പോൾ അവരുടെ ചുമതല ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ സൈമൾട്ടേനിയസ് ആയിട്ട് പോകുന്ന ഒരു ഉത്തരവാദിത്വമാണ് ടീച്ചിങ്. പക്ഷേ അത് എത്രമാത്രം ചെയ്യണമെന്നുള്ളത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ അവർ വർക്ക് ചെയ്യുന്നത് അതിനെ ആസ്പദമാക്കിയിരിക്കും. മനസ്സിലായോ? പിന്നെ വാർഡ് ടീച്ചിങ് യൂഷ്വലി ഇൻക്ലൂഡ്സ് ഇൻഫോർമൽ ആൻഡ് ഫോർമൽ ടീച്ചിങ്. അത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. ഓൺ ദ സ്പോട്ടിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്, അതുകൂടാതെ പ്ലാൻഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റിയ പല കാര്യങ്ങളുമുണ്ട്. ഇത് രണ്ടിലും വാർഡ് സിസ്റ്റർ ഇൻവോൾവ് ആകാം. ഓക്കെ. പിന്നെ ആസ് ദ വാർഡ് പ്രൊവൈഡ്സ് എ റിച്ച് ലേണിംഗ് ഫീൽഡ് ഫോർ ദ സ്റ്റുഡൻസ്, ദ ഹെഡ് നേഴ്സ് ഷുഡ് യൂട്ടിലൈസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്. അതായത് സിസ്റ്ററിന് അറിയണം, കാരണം അവർ പഠിച്ച കാര്യങ്ങളും ഒക്കെ ഓർക്കും. എന്നിട്ട് കുട്ടികൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നാൽ കുട്ടികൾക്ക് ഇനി ഇതൊരിക്കൽ കൂടെ കണ്ടുപിടിക്കാൻ ഒരു ചാൻസ് കിട്ടത്തില്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും വിളിച്ച് കാണിക്കുകയും ഇൻസ്ട്രക്ഷൻ ചെയ്യുകയും ചെയ്യും. അപ്പം ആ സിസ്റ്ററിന് അറിയണം ഈ കുട്ടികൾക്ക് മാക്സിമം ലേണിംഗ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണമെന്നും
അതിനനുസരിച്ച് അവരെ ഇനി ഒരിക്കൽ കാണാനോ ചെയ്യാനോ സാധ്യതയില്ലാത്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികളെ വിളിച്ചു, ഒരു കുട്ടിയെ അവിടെ വാർഡില്ല അല്ലെങ്കിൽ 2 കുട്ടികളെ വാർഡിലുള്ളെങ്കിൽ പോലും സിസ്റ്റർ പറയും മറ്റുള്ള നിങ്ങളുടെ ക്ലാസ്സിലുള്ള മറ്റുള്ള കുട്ടികളോടും ചാൻസ് കിട്ടിയാൽ ഇവിടെ ഇത് കണ്ടിട്ട് പോകാൻ പറയണം. ബിക്കോസ് ദേ മെ നോട്ട് ഗെറ്റ് അനദർ ചാൻസ് ടു സീ ദിസ് തിങ് സംവെയർ എൽസ് അവർക്ക് തോന്നിയാൽ അങ്ങനെയും ചെയ്യുന്ന സിസ്റ്റേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആസ് ദ വാർഡ് പ്രൊവൈഡ്സ് എ റിച്ച് ലേണിംഗ് ഫീൽഡ് ഫോർ ദ സ്റ്റുഡൻസ്, ദ ഹെഡ് നേഴ്സ് ഷുഡ് യൂട്ടിലൈസ് ഓൾ ദ ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, പിന്നെ പ്ലാൻഡ് വാർഡ് ടീച്ചിങ് ഈസ് മോർ ബെനിഫിഷ്യൽ ദാൻ ദ അൺപ്ലാൻഡ് വൺ. അത് നമുക്കറിയാമല്ലോ, കാരണം ഇൻസിഡൻ്റൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ അത് ഒരു ഷോർട്ട് ഡ്യൂറേഷനിലേ കാണത്തുള്ളൂ, ഒരുപാട് കണ്ടന്റ് ഒന്നും അവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതേസമയം ഒരു പ്ലാൻഡ് ടീച്ചിങ് എന്ന് പറയാൻ നമ്മളൊരു പ്രത്യേക ടോപ്പിക്കിനെ പറ്റി അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിനെ പറ്റി നമ്മൾ റെഫർ ചെയ്ത് മനസ്സിലാക്കി, കാര്യങ്ങൾ മനസ്സിലാക്കി പലതായിട്ട് ഡിവൈഡ് ചെയ്ത് കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിത്ത് എക്സാമ്പിൾസ് ഒക്കെ ആയിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ പ്ലാൻ ടീച്ചിങ് എന്ന് പറയുന്നത്. അത് സിസ്റ്റമാറ്റിക്കാണ്. മറ്റേന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലെസൺ പ്ലാനും കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അപ്പം തന്നെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ അപ്പം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് ഇൻസിഡൻ്റൽ ടീച്ചിങ്. മനസ്സിലായി? അപ്പോൾ ഇത് രണ്ട് പ്ലാൻഡും അൺപ്ലാൻഡ് ടീച്ചിങ്ങിനാണ് നമ്മൾ ഇൻസിഡൻ്റൽ ടീച്ചിങ് എന്ന് പറയുന്നത്. പ്ലാൻഡും ആകാം. അപ്പോൾ എപ്പോഴും പ്ലാൻഡ് ടീച്ചിങ് ആണ് കുറേ കൂടി സുപ്പീരിയർ. കാരണം എന്താ, അത് നമ്മൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ഒരു ഒബ്ജക്റ്റീവ് വെച്ച് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിച്ച് വിടുന്നതാണ്. അതുകൊണ്ട് ഓക്കെ. പിന്നെ ഇനിയും ഇത്രയാണ് ഹെഡ് നേഴ്സിൻ്റെ സ്റ്റെപ്പ് എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ എവിടെ ചെന്നാലും ഹെഡ് സിസ്റ്ററിനോട് നമ്മൾ എല്ലാവർക്കും തന്നെ കൂടുതൽ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. അവർക്ക് അത്രയും ഹൈ പൊസിഷനിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടൊരു പേഴ്സണാണ്. പല പല കാര്യങ്ങളും പ്രാക്ടിക്കലി മനുഷ്യരെ ബോധവൽക്കരിക്കാൻ പറ്റുന്ന വിധത്തിൽ അവർ ഏബിളായിരിക്കും. അതുകൊണ്ട് ഇനി നമുക്ക് സ്റ്റെപ്സ് ഇൻ പ്ലാൻഡ് വാർഡ് ടീച്ചിങ് നോക്കാം. പ്ലാൻഡ് വാർഡ് ടീച്ചിങ്ങിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അതായത് ഫോർമുലേറ്റ് ദ ഒബ്ജക്റ്റീവ്. നിങ്ങൾക്കിപ്പോൾ 4th ഇയറിൽ നിങ്ങൾ ഇപ്പോൾ എഡ്യൂക്കേഷൻ പഠിച്ചപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, സെൻട്രൽ ഒബ്ജക്റ്റീവും സ്പെസിഫിക് ഒബ്ജക്റ്റീവും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റീവ് വെച്ചാണ് നമ്മൾ ഈ പറയുന്ന പ്ലാൻഡ് ടീച്ചിങ് എപ്പോഴും ചെയ്യുന്നത്. പിന്നെ ഡിറ്റർമിനിങ് ദി സ്റ്റുഡൻസ് നോളജ് ബൈ കണ്ടക്ടിങ് എ ടെസ്റ്റ്. അതായത് ആദ്യമേ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുണ്ട് അവർക്ക് എത്രമാത്രം ഗ്രാസ്പിംഗ് കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ബാക്ക്ഗ്രൗണ്ട് നോളജ് ആ സബ്ജക്റ്റിനെ പറ്റി എത്രമാത്രം ഉണ്ട്, പ്രീവിയസ് നോളജ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഇട്ടിട്ട്, അപ്പോൾ എല്ലാം അറിയാവുന്ന കുട്ടികളാണെങ്കിൽ ഇത് വീണ്ടും ഞാൻ ഈ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് അറിയാവുന്ന, പിന്നെ ഞാനിത് എന്തിനാണ് പഠിപ്പിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓൾട്ടർ ചെയ്യാം. കുറേ കൂടെ ഡിഫിക്കൽട്ടായിട്ടുള്ളതും അറിയാൻ വയ്യാത്ത കാര്യങ്ങളെപ്പറ്റി ചൂസ് ചെയ്ത് അത് പഠിപ്പിക്കാം. അതുകൊണ്ടാണ് പറയുന്നത് ദാറ്റ് ഈസ് ദ ഡിറ്റർമിൻ ദ സ്റ്റുഡൻസ് നോളജ് ബൈ കണ്ടക്ടിങ് എ ടെസ്റ്റ്. അതെപ്പോഴും വേണം, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോളജ് അറിയാൻ വേണ്ടി. പിന്നെ പ്ലാനിങ് ദ കണ്ടന്റ് ഓഫ് ദി വാർഡ് ടീച്ചിങ് ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റുഡൻസ് നോളജ്. അതായത് സ്റ്റുഡൻസിൻ്റെ നോളജും സ്റ്റുഡൻസിൻ്റെ നീഡും അനുസരിച്ച് വേണം നമ്മൾ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എൻ്റെ കണ്ടന്റ് പ്ലാൻ ചെയ്യാൻ, അല്ലേ? അവർക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഇൻക്ലൂഡ് ചെയ്യാവുള്ളൂ, അല്ലേ? ഫസ്റ്റ് ഇയറിൽ വരുന്ന ഒരു കുട്ടി 4th ഇയർ അല്ല കോഴ്സിൻ്റെ അല്ലെങ്കിൽ 3rd ഇയറിൽ ഇന്ന സബ്ജക്റ്റെല്ലാം പഠിക്കണം, ഫസ്റ്റ് ഇയറിൽ ഇന്നത് പഠിക്കണം, 2nd ഇയറിൽ ഇന്നത് പഠിക്കണം, 4th ഇയറിൽ ഇന്നത്, ഇതെല്ലാം സിലബസിലുണ്ട്. അതിപ്പോൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതിനെക്കാട്ടി കുറേ കൂടെ ലേണിംഗ് അല്ലെങ്കിൽ ഡിഫിക്കൽറ്റി ഉള്ളതായിരിക്കും 2nd ഇയറിൽ പഠിക്കേണ്ടത്. അതേ കൂടെ കുറച്ചുകൂടെ കടുത്തതാണ് നമ്മൾ 3rd ഇയറിൽ പഠിക്കേണ്ടത്. അതിൽ കൂടെ കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡിങ് കപ്പാസിറ്റി വേണ്ടതായിരിക്കും 4th ഇയറിൽ പഠിക്കേണ്ടത്. അപ്പം നമ്മുടെ വാർഡിൽ വരുന്ന കുട്ടികൾ ഏത് ഇയറാണെന്ന് നോക്കിയിട്ട് അവരുടെ ഗ്രാസ്പിംഗ് കപ്പാസിറ്റി എത്രയുണ്ട്, അവരുടെ നീഡ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സിസ്റ്റർ പ്ലാൻഡ് ആയാലും ഇൻസിഡൻ്റൽ ടീച്ചിങ് ആയാലും അവരെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തീരുമാനിക്കേണ്ടത്. ഓക്കെ. പിന്നെ ഓർഗനൈസിങ് ദ പ്രോഗ്രാം, അത് നമുക്കറിയാമല്ലോ. അതായത് നമ്മൾ ഇപ്പോൾ തന്നെയാണെങ്കിലും നമുക്കറിയാം ലെസൺ പ്ലാനിൽ എന്തെല്ലാം കാര്യം ഉൾപ്പെടുത്തണം. ഇൻട്രഡക്ഷൻ വേണം, പിന്നെ അതിനകത്ത് കണ്ടൻറ്റ് വേണം. കണ്ടൻറ്റ് കുട്ടികളുടെ നീഡ് ടോപ്പിക്ക് നീഡ് അനുസരിച്ചുള്ളതാവണം. പിന്നെ വിത്ത് എക്സാമ്പിൾസ് പലതും പഠിപ്പിക്കാം, അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പഠിപ്പിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഡിഫറെൻറ്റ് വേസ് ഓഫ് ടെക്നിക്സ് ഓഫ് ലേണിംഗ് ടീച്ചിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ അനുസരിച്ച് ഓർഗനൈസ് ചെയ്ത് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഓരോന്നിനും ഒബ്ജക്റ്റീവൊക്കെ വെച്ച്, അല്ലേ? പിന്നെ പ്ലാൻ ഫോർ ഈച്ച് ക്ലാസ് ഈസ് മെയ്ഡ് ആൻഡ് കണ്ടക്റ്റഡ്. അതായത് ഓരോ ക്ലാസ്സിൻ്റെയും ടീച്ചിങ് പ്ലാൻ ഉണ്ടാക്കി അത് നേരത്തെ ഒന്ന് റിഹേഴ്സ് ചെയ്ത് നോക്കിയിട്ടും ഒക്കെ നമുക്ക് പഠിപ്പിക്കാം. ഓക്കെ. പിന്നെ അടുത്തത് മെത്തേഡ്സ് ടു മേക്ക് വാർഡ് ടീച്ചിങ് ഇൻട്രസ്റ്റിംഗ്. ഇനി വാർഡ് ടീച്ചിങ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആക്കാനുള്ള പ്രത്യേകതകൾ പല കാര്യങ്ങളും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസ് ഷുഡ് റെക്കഗ്നൈസ് ദ content is based on the area that they need to know.
അതായത് ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ആദ്യം മനസ്സിലാകണം, ഞാൻ പഠിക്കാൻ പോകുന്ന കാര്യം എൻ്റെ സബ്ജക്റ്റിൽ എനിക്ക് ആവശ്യമുള്ള കാര്യമാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അല്ല ചുമ്മാതെ എന്തെങ്കിലും സബ്ജക്റ്റ് എടുത്ത് പഠിപ്പിക്കുകയല്ല. അത് സിഗ്നിഫിക്കൻ്റ് ആണ്, ക്ലിനിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ പരീക്ഷയ്ക്കും അല്ലെങ്കിൽ പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ളതാണ്. മാർക്ക് മേടിക്കാൻ മാത്രമല്ലല്ലോ, നമ്മൾ പഠിച്ചിറങ്ങി പോയി ഇതുപോലുള്ള സെറ്റപ്പിലൊക്കെ വർക്ക് ചെയ്യാനുള്ളവരാണ്. അപ്പം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ഇതുപോലുള്ള പേഷ്യൻ്റിനെയൊക്കെ കണ്ടാൽ എങ്ങനെ എന്ത് ചെയ്യണം എന്ന് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ക്ലൂ തരുന്നതാണ് പലപ്പോഴും ക്ലിനിക്കൽ ലേണിങ്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ പേഷ്യൻ്റ് ഷുഡ് റെക്കഗ്നൈസ് ദാറ്റ് ദ കണ്ടന്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ഏരിയ ദാറ്റ് ദേ നീഡ് ടു നോ. അറിയേണ്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നതെന്നുള്ള ആദ്യം ഒരു നോളജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ വന്ന് ഉടായിപ്പോ മടിയോ ഒന്നും കാണിക്കാതെ വന്ന് നിന്ന് കേൾക്കാൻ പ്രവണത കാണിക്കും. കാരണം ഇതെനിക്ക് ഇതിൽ നിന്ന് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് പഠിച്ചിറങ്ങി പോകുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കുട്ടിക്ക് അറിയാമെങ്കിൽ ഡെഫിനറ്റ്ലി ഷീ വിൽ ബി മോട്ടിവേറ്റഡ് ടു അറ്റൻഡ് ദ ക്ലാസ്. ഓക്കെ. പിന്നുള്ളത് സ്റ്റുഡൻറ്റ് ഷുഡ് ബി സ്റ്റിമുലേറ്റഡ് ടു തിങ്ക്. അതായത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ ഒരു പാസീവ് വേയിൽ അങ്ങ് പഠിപ്പിച്ച് വിടാതെ ഇടയ്ക്ക് അവരെ ഇൻവോൾവ് ചെയ്ത് അവരിൽ നിന്ന് കൂടി അവരുടെ ബുദ്ധി പ്രവർത്തിക്കുന്ന രീതിയിൽ പല പല ക്വസ്റ്റ്യൻ ചോദിച്ചോ അവരെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചാൽ മാത്രമേ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നത്തുള്ളൂ. അല്ലാതെ ചുമ്മാതെ കേട്ടോണ്ട് കുറച്ച് നേരം ഹാഫ് ആൻ അവർ ക്ലാസ് എടുത്ത് എന്തൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ കേട്ടോണ്ട് നിന്നു എന്ന് അതുകൊണ്ട് നെയിം സേക്കിന് വഴിപാട് നടത്തുന്ന പോലെ കേട്ടോണ്ട് നിൽക്കാതെ. അതാണ് പറയുന്നത് സ്റ്റുഡൻറ്റ് ഷുഡ് ബി സ്റ്റിമുലേറ്റഡ് ടു തിങ്ക്. പിന്നെ കണ്ടൻറ്റ് ഷുഡ് ബി ക്ലിയർ ആൻഡ് ലോജിക്കലി ഓർഗനൈസ്ഡ്. അതായത് അതിനകത്തുള്ള കണ്ടൻറ്റെല്ലാം ആവശ്യമുള്ളതും അത് നല്ലപോലെ പറഞ്ഞ് മനസ്സിലാകുന്ന രീതിയിലും ഓർഗനൈസ്ഡും മറന്നു പോകാവുന്ന രീതിയിൽ ലോജിക്കലി ഓർഗനൈസ്ഡും ആകണം. പിന്നെ ടീച്ചർ ഷുഡ് ഹാവ് ഇൻട്രസ്റ്റ് ഇൻ ദ ടോപ്പിക്. അതായത് പഠിപ്പിക്കുന്ന ടീച്ചറിന് കുട്ടികളുടെ വെൽഫെയറിനും അതുപോലെ തന്നെ പഠിപ്പിക്കുന്ന ടോപ്പിക്കിലും ഇൻട്രസ്റ്റ് ഉണ്ടാവണം. അതാണ് മെത്തേഡ്സ് ടു മേക്ക് വാട്ട് ടീച്ചിങ് മോർ ഇൻട്രസ്റ്റിംഗ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചർ. ഒരു നല്ല ടീച്ചറാണെങ്കിൽ എന്തൊക്കെയാണ്, അത് ഹെഡ് നേഴ്സ് എങ്ങനെയാണ് ഒരു നല്ല ടീച്ചറാണെന്ന് ചോദിച്ചാൽ ഹെഡ് നേഴ്സ് ആസ് എ ടീച്ചർ ഓഫ് ദി വാർഡ് ടീച്ചിങ് ഷുഡ് ഹാവ് എ ഗുഡ് പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റുഡൻസ്. അവർക്ക് നല്ലൊരു കമാൻഡിങ് പവറും നല്ലൊരു കൺട്രോളിങ് പവറും ഇച്ചിരിയൊക്കെ നല്ല ഡിസിപ്ലിൻഡും ഇച്ചിരിയൊക്കെ സ്ട്രിക്റ്റും ഒക്കെ ആകുന്ന ഒരാളായിരിക്കണം ടീച്ചർ. തന്നെയല്ല അവർക്ക് കുട്ടികളുടെ വെൽഫെയറിൽ ഇൻട്രസ്റ്റും ഉണ്ടാകണം. അല്ല, ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അടുത്ത ദിവസം വരുമ്പോൾ ഹെഡ് സിസ്റ്റർ ചോദിക്കുക, എന്താ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലാസ്സിന് തന്നെ കണ്ടില്ലല്ലോ എന്നൊരു നല്ലൊരു സ്ട്രോങ് വോയിസ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാകും സിസ്റ്റർ അത് നോട്ട് ചെയ്തു, അപ്പോൾ എനിക്ക് ഇനി അടുത്ത ക്ലാസ്സിലെല്ലാം അറ്റൻഡ് ചെയ്യണം. ആ ഒറ്റ ചോദ്യം മതി. അവർ ഷീ വിൽ കം ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. അതായത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാത്ത ഏത് കുട്ടിയാണോ ഉഴപ്പിയതോ വരാതിരുന്നത് ആബ്സെൻ്റ് ആയത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്നതെന്നൊക്കെ സിസ്റ്ററിന് തീർച്ചയായിട്ടും അറിയാമെങ്കിൽ അതിനെപ്പറ്റി ഒരു റെഫറൻസ് സിസ്റ്റർ നടത്തിയാൽ മതി. ഡെഫിനറ്റ്ലി ദ സ്റ്റുഡൻറ്റ് വിൽ കം ഫോർ അറ്റൻഡിങ് ദ ക്ലാസ്. ഓക്കെ, അതൊന്ന്. പിന്നെ ഷുഡ് ഹാവ് സൗണ്ട് നോളജ് ഓഫ് ദി സബ്ജക്റ്റ് ആൻഡ് ടെക്നിക്കലി കോമ്പിറ്റൻറ്റ്. അതായത് ഈ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിനെ പറ്റി നല്ല നോളജും ഉണ്ടായിരിക്കണം, അവർ ടെക്നിക്കലി കോമ്പിറ്റൻറ്റും ആകണം. പിന്നെ ഷുഡ് ബി സ്കിൽഫുൾ ഇൻ ഹെർ ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ പല പല കാര്യങ്ങളും നമുക്കറിയാമല്ലോ, നോളജ് ഉണ്ടെങ്കിൽ പോലും അത് പ്രാക്ടിക്കലി എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതിനാണ് ഇവിടെ കൂടുതൽ സിഗ്നിഫിക്കൻസ്. വാർഡ് ടീച്ചിങ്ങിലും ഹെഡ് നേഴ്സിൻ്റെ ടീച്ചിങ്ങിലും ഒക്കെ അവർ കൂടുതൽ കാര്യങ്ങൾ അവരുടെ പ്രാക്ടിക്കൽ നോളജിൽ നിന്ന് ഇന്ന പോലെ ഇത് ചെയ്യണം, ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് അതാണ് കുറേ കൂടെ ഹെൽപ്ഫുൾ, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അങ്ങനെ സ്വന്തം അനുഭവങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിക്കാൻ അവർക്ക് കഴിയും, എക്സാമ്പിൾ തന്ന്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെ കുട്ടികൾക്ക് കുറേ കൂടെ മൊരിയും, ഞങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ ഇങ്ങനെയൊക്കെ വരുന്നോണ്ടേ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലേ എന്നൊരു ചിന്ത, ഒരുപാട് ക്ലൂ തരാൻ ഹെഡ് സിസ്റ്റേഴ്സിന് അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് പല പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് പറഞ്ഞ് ബോധിപ്പിക്കാൻ കഴിയും. മനസ്സിലായോ? അതാണ് ഷുഡ് ബി സ്കിൽഫുൾ ഇൻ ഹെർ ഇൻസ്ട്രക്ഷൻ. ദെൻ ഷുഡ് അഡാപ്റ്റ് ടീച്ചിങ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്റ്റുഡൻസ്. അതായത് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വെച്ച്, ഇപ്പോഴത്തെ കാലാവസ്ഥ അനുസരിച്ച്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഹെൽത്ത് ഫീൽഡ് വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഇഷ്യൂസും ഒക്കെ അനുസരിച്ച് അവർ പഠിപ്പിച്ചാൽ അത് കുറേ കൂടെ ബെനിഫിഷ്യലാണ്. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കോവിഡ് വന്നിട്ട് ഇപ്പം എന്തെല്ലാം കാര്യം ജീവിതത്തിൻ്റെ മാറ്റിമറിക്കപ്പെട്ടു. അതായത് മെഡിസിൻ്റെ കാര്യത്തിലായാലും ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും പഠിത്തത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും അല്ലെങ്കിൽ ലോകം കീഴ് മറിഞ്ഞ പോലെയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഓരോ സാഹചര്യത്തിനനുസരിച്ചും നീഡ് അനുസരിച്ചും മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിന് വേണ്ടിയുള്ള ഇഷ്യൂസ് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് ടീച്ചിങ്ങിനെ മോഡിഫൈ ചെയ്യാൻ ടീച്ചേഴ്സിനും അതുപോലെ തന്നെ അതിന് കോഴ്സ് അണ്ടർഗോ ചെയ്യുന്ന കുട്ടികൾക്കും കഴിയണം. അതിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ടീച്ചറിനുണ്ടാകണം, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റി. ഓക്കെ, അതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് ടീച്ചർ. ഹിയർ ദ ടീച്ചർ ഈസ് ദി ഹെഡ് നേഴ്സ്. ഓക്കെ, പിന്നെ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ ഗുഡ് വാർഡ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പ്ലാൻഡ് പ്രോഗ്രാം, ഗുഡ് വാർഡ് ടീച്ചർ,
സാറ്റിസ്ഫാക്ടറി പ്ലേസ്, അതായത് എടുക്കുന്ന സ്ഥലം, ക്ലാസ് എടുക്കുന്ന സ്ഥലം എല്ലാവർക്കും നിന്ന് കേൾക്കാൻ പറ്റുന്നതാണോ, അല്ലെങ്കിൽ ചിലപ്പം നമ്മൾ ബെഡ് സൈഡ് ക്ലിനിക്കൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ ചിലപ്പം അവിടെ നിന്ന് ഇത്രയും കുട്ടികൾക്ക്, ഒരു 10 കുട്ടികൾക്കൊക്കെ നിന്ന് ബെഡിന് ചുറ്റും നിന്ന് പഠിക്കാനൊന്നും സമയം കാണത്തില്ലെങ്കിൽ ചിലപ്പം ഇൻസ്ട്രക്ഷണൽ റൂം ഉണ്ടെങ്കിൽ അവിടെ പോയി ക്ലാസ് എടുക്കും. പേഷ്യൻറ്റിനെ അങ്ങ് കൊണ്ടുവരാൻ പറയും. അവിടെ വെച്ച് പേഷ്യൻറ്റിനെ വെച്ച് പഠിപ്പിക്കേണ്ടതാണെങ്കിൽ അങ്ങനെ പഠിപ്പിക്കാം. വീൽ ചെയറിൽ വെച്ച് പേഷ്യൻറ്റിനെ അങ്ങ് ഇൻസ്ട്രക്ഷണൽ റൂമിൽ കൊണ്ടുവന്നിട്ട് സിസ്റ്റർ അവിടെ വെച്ച് പഠിപ്പിക്കും. അതൊക്കെ മെഡിക്കൽ കോളേജിലൊക്കെ ഇത് വളരെ വളരെ കോമൺ ആയിട്ട് നടക്കുന്ന പ്രക്രിയയാണ്. അതായത് അത് അവരുടെ ഒരു ലൈഫിൻ്റെ തന്നെ ഭാഗമാണ്, അതായത് ക്ലിനിക്കൽ ലേണിംഗ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ചിലപ്പം സിസ്റ്ററിനും ഒരു കൂടുതൽ കാറ്റഗറി ഓഫ് പേഴ്സൺ ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റർ പറയും, ഒരു കാര്യം ചെയ്യും, പേഷ്യൻ്റ് ആംബുലേറ്ററി പേഷ്യൻ്റാണ്, പേഷ്യൻറ്റിനെ അങ്ങ് കൊണ്ടുപോയി ഇൻസ്ട്രക്ഷൻ പ്രത്യേകിച്ചുള്ള കോൺഫറൻസ് ഹാളോ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി വെച്ച് അവിടെ വെച്ച് ക്ലാസ് എടുക്കും. എന്നിട്ട് പേഷ്യൻറ്റിനെ പിന്നെ തിരിച്ചിങ്ങി വാർഡ് വിട്ടാൽ മതി. അപ്പോൾ ഒരുപാട് മോർ നമ്പർ ഓഫ് പേഴ്സൺ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ മാനേജ് ചെയ്യാൻ സിസ്റ്ററിന് അറിയായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പേഷ്യൻ്റെ ബെഡിന് ചുറ്റും ഒരു 10 പേർക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, പക്ഷേ ക്ലാസ്സിൽ 20 കുട്ടികളുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇത് 2 പ്രാവശ്യമായിട്ട് എടുക്കണ്ടേ? അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടാതെ പോകത്തില്ലേ? അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അവർ എന്താ ചെയ്യുന്നത്, അവർ കോൺഫറൻസ് ഹാളിലോട്ടോ എല്ലാം പേഷ്യനെ കൊണ്ടുവന്ന് അവിടെ വെച്ച് ക്ലാസ് എടുക്കാം. മനസ്സിലായോ? ക്ലാസ് കഴിയുമ്പോൾ പേഷ്യനെ തിരിച്ച് വാടി കൊണ്ടുവന്നാൽ മതിയല്ലോ. അങ്ങനെയൊക്കെ ആകാം. പക്ഷേ വിഷ്വൽ മെറ്റീരിയൽസ് ഉപയോഗിക്കണം. ഈ വിഷ്വൽ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ വെച്ച് കാണുന്ന ചാർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമെങ്കിൽ പോലും ഇവിടെ ലൈവായിട്ടുള്ള പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ ഇരിക്കുക, അവരിൽ നിന്ന് പല സിംറ്റമറ്റോളജി നമുക്ക് ചോദിച്ചും പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്യുമ്പോൾ കണ്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പേഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യും, ഈ രോഗം വന്നപ്പോൾ എനിക്ക് ഇന്ന സിംറ്റമാണ് ഉണ്ടായതെന്ന് പേഷ്യൻറ്റിനെ കൊണ്ട് വരെ പറയിക്കാം, അല്ലേ? അവിടെ ചാർട്ടിനെക്കാട്ടിലും മോഡലിനെക്കാട്ടിലും റിയൽ പേഴ്സൺ നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട്. ടീച്ചിങ്ങിന് വേണ്ട സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്ന പേഷ്യൻ്റ് കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ആ വ്യക്തിയെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് വേണം കൂടുതൽ പഠിപ്പിക്കാൻ. അതൊരു ലൈവ് ടൈപ്പ് ഓഫ് ലേണിംഗ് ആണ്. അങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കത്തുമില്ല. മനസ്സിലായോ? ഞാൻ ഓർക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഓരോ ഡോക്ടേഴ്സും ടീച്ചേഴ്സും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഹെഡ് നേഴ്സും ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഓരോ സബ്ജക്റ്റും ഓരോ ഡിസീസ് കണ്ടീഷനെ പറ്റി പഠിപ്പിക്കുന്നതൊക്കെ ഇപ്പോഴും വർഷങ്ങൾ കഴിയാതെ മായാതെ നമ്മുടെ മനസ്സിലുണ്ടാകും. ഇങ്ങനെയുള്ള ലൈവ് ലേണിംഗ് ഒക്കെ മനസ്സിലായ പേഷ്യൻറ്റിനെ വെച്ച് പഠിപ്പിക്കുന്നതൊക്കെ. പിന്നെ ഗുഡ് ലൈബ്രറി ഫെസിലിറ്റീസ് ഫോർ റെഫറൻസ് അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ഫോർ എ ഗുഡ് വാർഡ് ടീച്ചിങ്. ഓക്കെ, ഇനി മെത്തേഡ്സ് ഓഫ് വാർഡ് ടീച്ചിങ്ങിനകത്തുള്ളത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മെയിൻലി വാർഡ് ടീച്ചിങ്ങിലെ കാര്യം മാത്രമല്ല, ബെഡ് സൈഡ് ക്ലിനിക്ക്, നേഴ്സിംഗ് കെയർ കോൺഫറൻസ്, ടീച്ചിങ് റൗണ്ട്സ്, ഡിമോൺസ്ട്രേഷൻ ആൻഡ് നേഴ്സിംഗ് കെയർ സ്റ്റഡി. ഇത്രയാണ് മെയിൻലി നമ്മൾ വാർഡ് ടീച്ചിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. ബെഡ് സൈഡ് ക്ലിനിക്ക്, നേഴ്സിംഗ് കെയർ കോൺഫറൻസ്, ടീച്ചിങ് റൗണ്ട്സ്, ഡിമോൺസ്ട്രേഷൻ ആൻഡ് നേഴ്സിംഗ് കെയർ സ്റ്റഡി. അല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബെഡ് സൈഡ് ക്ലിനിക്കാണ്. ബെഡ് സൈഡ് ക്ലിനിക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വേർഡിൽ നിന്ന് തന്നെ മനസ്സിലാവും. ബെഡ് സൈഡിൽ വെച്ച് നടത്തുന്ന ടീച്ചിങ്, പേഷ്യൻ്റാണ് നമ്മുടെ സെൻട്രൽ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഒരു പ്രത്യേക രോഗമുള്ള ഒരു രോഗി, അവിടെ പേഷ്യൻ്റ് കിടക്കുകയാണ്. പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡിന് ചുറ്റും സ്റ്റുഡൻസുകളെല്ലാം ഉണ്ട്. ഡിസ്കഷന് വേണ്ടിയുള്ള ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ കൺസേൺഡ് ഹൂവർ ഇസ് ദ ടീച്ചർ, ഷീസ് ഓൾസോ ദെയർ. അപ്പോൾ പേഷ്യൻറ്റും ഉണ്ട്. അങ്ങനെ 3 കാറ്റഗറി ഓഫ് പേഴ്സൺ അവിടെ ഉണ്ട്. അവരുടെ ഇൻട്രാക്ഷനിൽ കൂടെയും ഡിസ്കഷനിൽ കൂടെയും പഠിക്കുന്ന, ഒബ്സർവേഷനിൽ കൂടെയും ഒക്കെ പഠിക്കുന്ന കാര്യങ്ങളാണ് ക്ലിനിക്കൽ ബെഡ് സൈഡ് ക്ലിനിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ പേഴ്സൺ ഇൻ ദ ബെഡ് ഈസ് ലൈങ് ഇൻ ദ ബെഡ് ഇസ് ദെയർ ആസ് ദ പോയിന്റ് ഓഫ് ഡിസ്കഷൻ ആൻഡ് ദ ടീച്ചർ ഇസ് ദെയർ, the head nurse is there as the teacher and the nursing students are there as the students to learn. മനസ്സിലായോ? ഹിയർ ദിസ് ഹെൽപ്സ് ടു സ്റ്റഡി ദ പ്രോബ്ലം ടിപ്പിക്കലി അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ് ഓർ ഡിസോർഡർ. ഒരു പർട്ടിക്കുലർ ഡിസീസ്, ഇപ്പോൾ തന്നെ ഇന്ന വാർഡിൽ ഒരു ലുക്കീമിയ പേഷ്യൻ്റ് ഉണ്ട്. ലുക്കീമിയയെ പറ്റി പലതും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ ലുക്കീമിയ പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യനെ ക്ലിനിക്കലി വരുന്നുണ്ടേ നമ്മൾ പഠിച്ച സിംറ്റമറ്റോളജി എല്ലാം ഉണ്ടോ, എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തു, അതിൻ്റെ റിസൾട്ട് എന്താണ്, അത് നോർമലിൽ നിന്ന് എത്ര ഡീവിയേറ്റ് ചെയ്ത് പോയേക്കുന്നു, ഇതെല്ലാം നമ്മുടെ ഫ്രണ്ടിലുണ്ട്, ചാർട്ടിലുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ മുൻപിലുണ്ട്. അപ്പോൾ അങ്ങനെ പഠിക്കുന്ന പഠിത്തം ഒരിക്കലും നമ്മൾ മറന്നു പോകത്തില്ല. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പേഴ്സൺ, ഞാനിപ്പോഴും ഓർക്കുന്നു, നിങ്ങളുടെ ഏതോ ഒരു ബാച്ച് ഒരു കുട്ടികളെ നമ്മൾ സൈക്യാട്രിക് സെറ്റ്, അതായത് ഉളൻപാറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം കാറ്ററ്റോണിക് ഷിസോഫ്രനിയ ആരും കണ്ടിട്ടില്ല. നമ്മൾ പലപ്പോഴും പഠിക്കാറുണ്ട്, അങ്ങനെയുള്ള പേഷ്യൻ്റ് വരുന്നത് വളരെ റെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻ്റ് ഉണ്ട്, ഒരു ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞൊരു പേഷ്യൻ്റ് ഉണ്ട്, കാറ്ററ്റോണിക് അവർ റിപ്പീറ്റഡ്ലി അഡ്മിറ്റഡ് ആകും. പക്ഷേ ചില കുട്ടികൾ ചെല്ലുമ്പം, പോസ്റ്റിങ്ങിന് ചെല്ലുമ്പോൾ ആ ഭാഗ്യലക്ഷ്മി അവിടെ ഉണ്ടെങ്കിൽ അവരുടെ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാര്യത്തിൽ ഒരു കാറ്ററ്റോണിക് ഷിസോഫ്രനിയ പേഷ്യനെ കണ്ടു കിട്ടാൻ തന്നെ പാടായിരുന്നു. നമ്മൾ പുസ്തകത്തിൽ വെച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ പറയുന്ന ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന കുട്ടി വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ടിപ്പിക്കൽ ഫീച്ചേഴ്സ് അത് കാണിക്കുന്നുണ്ട്, എങ്ങനെ അത് ബിഹേവ് ചെയ്യുന്നത് ഇതെല്ലാം കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അങ്ങനെ അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിൽ നിന്ന് അത് മാഞ്ഞു പോകത്തില്ല. പരീക്ഷ വരുമ്പോൾ നല്ല സുന്ദരമായിട്ട് എഴുതാനും പറ്റും.
കാരണം നമ്മൾ ആ പേഷ്യൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുവാണ്, നേരിട്ട് കാണുകയാണ് പേഷ്യൻ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നൊക്കെ. അല്ലാതെ നമ്മൾ ഒരിക്കലും പുസ്തകത്തിൽ വായിച്ച് പഠിക്കുകയല്ല ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇതിന് കൂടുതൽ ക്ലിനിക്കൽ ലേണിങ്ങിന് ബെഡ് സൈഡ് ക്ലിനിക്കിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ. പിന്നെ ഇറ്റ് ഗിവ്സ് എ ക്ലിയർ പിക്ചർ ഓഫ് ദി റിലേറ്റഡ് നേഴ്സിംഗ് കെയർ ആൻഡ് അസോസിയേറ്റിംഗ് ഇറ്റ് വിത്ത് സ്പെസിഫിക് ഇൻഡിവിജ്വൽ അല്ലേ. അപ്പം അതായത് നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഡയറക്റ്റ് പിക്ചർ കിട്ടുക. പുസ്തകത്തിൽ കൂടെ വായിച്ച് മനസ്സിലാക്കാതെ തന്നെ ഡയറക്റ്റായിട്ട് പേഷ്യൻറ്റിൽ നിന്ന് കണ്ട് മനസ്സിലാക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിൽ നിന്ന് മായാതെ പോവുകയും പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോൾ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സിംറ്റമറ്റോളജിയിൽ ഒരുപാട് സിംറ്റമറ്റോളജി സൈക്കാട്രി പഠിച്ചല്ലോ, അത് പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ തന്നെ എന്ത് പാടാ. പക്ഷേ ഒരു പേഷ്യൻ്റ് അങ്ങനെ ഒരു സിംറ്റമറ്റോളജി കാണിക്കുന്ന ഒരു പേഷ്യൻ്റ് അടുത്ത് ചെല്ലുമ്പോൾ യു വിൽ ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് സിംറ്റമറ്റോളജി ദാറ്റ് ഈസ് ഷോൺ ബൈ ദ പേഷ്യൻറ്റ്. മറ്റേത് ക്ലാസ്സിൽ നിന്ന് എത്ര അങ്ങോട്ട് പറഞ്ഞാലും എത്ര എക്സ്പ്ലെയിൻ ചെയ്താലും നമ്മൾ ഇമാജിനേഷനിൽ കൂടി അതെല്ലാം പഠിക്കുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, റിയലി കണ്ട് കേട്ട് പഠിക്കുക ചെയ്യുന്നത് അല്ലേ. അതാണ് ബെഡ് സൈഡ് ക്ലിനിക്കിൻ്റെ പ്രത്യേകത. ഓൾവേസ് എൻഷുവർ ദ പ്രസൻസ് ഓഫ് ദി പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇല്ലാതെ ബെഡ് സൈഡ് ക്ലിനിക്ക് ഇല്ല. തീർച്ചയായിട്ടും പേഷ്യൻ്റ് അവിടെ ഉണ്ടാകണം. പിന്നെ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് ദ ബെഡ് സൈഡ് ഓഫ് ദ പേഷ്യൻറ്റ് ഓർ ദ പേഷ്യൻ്റ് ഈസ് ബ്രോട്ട് ടു ദ കോൺഫറൻസ് റൂം. അത് ഞാൻ മുമ്പേ പറഞ്ഞത്. അതായത് എത്രമാത്രം കുട്ടികൾ പഠിക്കാനുണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് പേഷ്യൻറ്റിൻ്റെ ബെഡ് സൈഡ് വെച്ച് തന്നെ പഠിപ്പിക്കാം. അതല്ലെങ്കിൽ പേഷ്യൻറ്റിനെ കൊണ്ടുപോയി കോൺഫറൻസ് ഹാളിൽ, അല്ലെങ്കിൽ വേറെ പ്രത്യേകം ഈ പല ഹോസ്പിറ്റലിലും കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പ്രത്യേക റൂംസൊക്കെ ഉണ്ടാകുമല്ലോ, അവിടെ കൊണ്ടുവന്ന് പേഷ്യൻറ്റിനെ അവിടെ വിളിച്ചു വരുത്തി അവിടെ വെച്ചും പഠിപ്പിക്കാം. പിന്നെ ദ ക്ലിനിക് യൂഷ്വലി ലാസ്റ്റ് ഫോർ 30 minutes. സാധാരണ 30 മിനിറ്റാണ് ഈ ബെഡ് സൈഡ് ക്ലിനിക്കിൻ്റെ ഡ്യൂറേഷൻ. ദെന്ന് ചില പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യാനുണ്ട് വെൻ യു ആർ ഗിവിങ് ഡൂയിങ് ദ ബെഡ് സൈഡ് ക്ലിനിക്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദ ഗ്രൂപ്പ് ഷുഡ് ബി സ്മോൾ ഇനഫ് ടു ഗാദർ അറൗണ്ട് ദ ബെഡ് ഇൻ എ ഇൻഫോർമൽ വേ. അതായത് ഒത്തിരി ആളുകളുണ്ടായത് ബെഡിന് ചുറ്റും ഒരു ഇൻഫോർമൽ വേയിൽ നിൽക്കത്തക്കവണ്ണമുള്ള അത്രയും കുട്ടികളെ ആകാവുള്ളൂ. അല്ലെങ്കിലാണ് നമ്മൾ ഇപ്പോൾ തന്നെയാണെങ്കിലും ഓരോരുത്തരോടും പറഞ്ഞ് ചിലപ്പോൾ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരുമായിരിക്കും, ഒബ്സർവേഷൻ നടത്തേണ്ടി വരുമായിരിക്കും. അങ്ങനെ വരുമ്പോൾ എല്ലാവർക്കും കുട്ടികൾക്ക് ഈ പേഷ്യനെ കാണാനുള്ള സ്പേസ് അവിടെ ഉണ്ടാകണം. അങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ എല്ലാം തിങ്ങിക്കൂടി നിന്ന് കഴിഞ്ഞാൽ ചിലർക്ക് പേഷ്യനെ കാണാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് നമ്പർ ഓഫ് പേഴ്സൺസ് സ്റ്റുഡൻസ് ഷുഡ് ബി ലിമിറ്റഡ്. അതല്ലെങ്കിലാണ് നമ്മൾ പറയുന്നത് പേഷ്യനെ വിളിച്ച് മറ്റേ റൂമിൽ കൊണ്ടുപോയി വീൽ ചെയറോ വല്ലതും കൊണ്ടുപോയി അവിടെ വെച്ചൊക്കെ പഠിപ്പിക്കേണ്ടി വരുന്നത്. അത് നല്ലത്. സിസ്റ്ററിന് ചിലപ്പോൾ അങ്ങനെ സമയം കളയാനൊന്നും ഇല്ലായിരിക്കും. അവർ ജസ്റ്റ് ഒരു ഇൻസിഡൻറ്റിലോ പ്ലാന്റോ ടീച്ചിങ് മാടി വെച്ച് 30 മിനിറ്റ് കൊടുക്കാൻ അവർക്ക് കഴിയുമെങ്കിൽ പോലും അവർ കൂടുതൽ പ്രൊലോങ്ഡ് ആയി പോയാലൊന്നും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ പല ജോലിയുടെ കൂട്ടത്തിൽ വേറെ ഒരു അഡീഷണൽ ജോലിയായിട്ടായിരിക്കും ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ഇറ്റ് കനോട്ട് ബി പ്രൊലോങ്ഡ് ഫോർ മോർ ദാൻ 30 minutes ആൻഡ് ഓൾ. ഓക്കെ. പിന്നെ പേഷ്യൻ്റ് ഇസ് ദ സെൻറ്റർ ഓഫ് അറ്റൻഷൻ. നത്തിങ് ഷുഡ് ബി ഡൺ ടു എംബാരസ് ദ പേഷ്യൻറ്റ്. പേഷ്യൻ്റ് ഫിസിക്കലിയും മെൻ്റലിയും ഒന്നും എംബാരസ് ചെയ്യുന്ന പോലെ ഒരു കാര്യങ്ങളും സംഭവിക്കാൻ പാടില്ല. മനസ്സിലായോ? പിന്നെ വില്ലിങ്നെസ് ഓഫ് ദ പേഷ്യൻറ്റ് ഷുഡ് ബി ഒബ്റ്റെയിൻ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോഗ്രാം. പേഷ്യൻ്റ് അതിനകത്ത് നല്ല മനസ്സോടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ള ഒരു കൺസെൻറ്റ് പേഷ്യൻറ്റിൽ നിന്ന് വാങ്ങിച്ചിരിക്കണം. പിന്നെ ഇറ്റ് ഈസ് ബെറ്റർ ഫോർ ദ ഹെഡ് നേഴ്സ് ടു ലീഡ് ദ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലാസ് ക്ലിനിക്കൽ ലേണിങ്ങിൻ്റെ അല്ലെങ്കിൽ ബെഡ് സൈഡ് ക്ലിനിക്കിൻ്റെ ആ ഒരു ഗൈഡിങ് പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ടീച്ചറാകണം. ദാറ്റ് ഈസ് ദ ഹെഡ് നഴ്സ്. Then, before the arrival of the patient and the commencement of the clinic, the head nurse should point out the group to make the observation which should be made when the patient is present. അതായത് ഇപ്പം നേരത്തെ കൂട്ടി പ്ലാൻഡ് ആയിട്ടുള്ളൊരു അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും സിംറ്റമറ്റോളജി പല കാര്യങ്ങളും നോക്കി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ആകുന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് നല്ല ഒബ്സർവേഷൻ പവർ ഉണ്ടാകും. അപ്പം പേഷ്യൻറ്റിൻ്റെ മുമ്പിൽ വെച്ച് നിങ്ങൾ അത് നോക്കുക ഇത് നോക്കെന്നും പറഞ്ഞ് സിസ്റ്റർ അന്നേരം ഇൻസ്ട്രക്ഷൻ തരുന്നതിന് പകരം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ കുട്ടികളോട് പറഞ്ഞിരിക്കും, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും ഈ ഡിസീസ് കണ്ടീഷനെ പറ്റി. അപ്പം നിങ്ങൾ അതെല്ലാം അപ്പോൾ ഒബ്സർവ് ചെയ്തോണം വെനെവർ ദ പേഷ്യൻ്റ് ഈസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. മനസ്സിലായോ? അങ്ങനെ പറയും. അതല്ലാതെ പേഷ്യൻ്റ് വന്ന് കിടക്കുമ്പോഴേ നിങ്ങൾ അവിടെ നോക്കി ഇവിടെ നോക്കുന്നൊന്നും സിസ്റ്റർ അന്നേരം പറയത്തില്ല. അപ്പോൾ കുട്ടികൾ അത്രമാത്രം അറ്റൻറ്റീവായിട്ട് നിന്ന് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അത് ടൈം ഡ്യൂറേഷൻ കുറയ്ക്കുകയും ചെയ്യും. തന്നെയല്ല പേഷ്യൻറ്റിന് അതൊരു ഹരാസ്മെൻ്റ് ആകത്തില്ല. എപ്പോഴും എന്നെ എല്ലാവരും നോക്കുക എന്നുള്ളത് അങ്ങനെ ഒരു കാര്യം ചില പേഷ്യൻസ് ഒന്നും അത് ഇഷ്ടപ്പെടത്തുമില്ല. മനസ്സിലായി? അപ്പോൾ അങ്ങനെയുള്ളപ്പം നേരത്തെ കൂട്ടി പറയും, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ സിംറ്റമറ്റോളജിയൊക്കെ പറയുമ്പം നിങ്ങൾ അപ്പോൾ അവിടേക്ക് ഒബ്സർവ് ചെയ്തേക്കണം, ആ പേഷ്യൻ്റ് ഈ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്, അതുകൊണ്ട് നിങ്ങളത് ഒബ്സർവ് ചെയ്യണമെന്ന് പറയും, നേരത്തെ കൂട്ടി പറയും. അപ്പോൾ അതിനനുസരിച്ച് പഠിക്കാൻ വരുന്ന കുട്ടികൾ അതിനനുസരിച്ച് അറ്റൻറ്റീവ് ആകുകയും അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ. പിന്നെ the patient should be made to feel that through his participation
ഷീസ് കോൺട്രിബ്യൂട്ടിങ് ടു ദ എഡ്യൂക്കേഷൻ ഓഫ് ദി യങ് നഴ്സസ്. അതായത് പേഷ്യൻ്റ് തന്നെ ഒരു ആത്മാഭിമാനം ചോടം, ഞാൻ കാരണം ഇവിടുത്തെ കുട്ടികൾ നഴ്സിംഗ് സ്റ്റുഡൻസ് ഇത്രമാത്രം ഈ രോഗത്തെ പറ്റി പഠിച്ചല്ലോ എന്നൊരു ചിന്ത പേഷ്യൻ്റ് വരുമ്പോൾ പേഷ്യൻ്റ് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. അത് ഞാൻ രോഗമായിട്ട് ഇവിടെ ട്രീറ്റ്മെൻറ്റിന് വന്നതാണെങ്കിൽ പോലും എൻ്റെ രോഗം ഒരുപക്ഷെ ഒരു റെയറാണ്, അതുകൊണ്ട് എല്ലാവർക്കും വന്ന് എന്നെ കണ്ട് പഠിച്ചിട്ട് പോകാനും അവർ മിടുക്കരാകാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു തോന്നൽ പേഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാവാം. അതൊരു സാറ്റിസ്ഫാക്ടറി ഫിനോമിനനാണ് ഓൺ ദ പാർട്ട് ഓഫ് ദ പേഷ്യൻ്റ്. ഓക്കെ. പിന്നെ the patient history and therapy should be discussed only briefly. അതായത് നമ്മൾക്ക് കൂടുതൽ കാര്യങ്ങൾ തെറാപ്പിയെ പറ്റിയും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് ചാർട്ടിലൊക്കെ കാണും. അതിനകത്ത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയണ്ട, ടു ദ പോയിന്റ് ബ്രീഫായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാം. കൂടുതൽ അറിയണമെങ്കിൽ അത് നിങ്ങൾക്ക് ചെന്ന് അല്ലെ ചാർട്ടിൽ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിനൊക്കെ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയാൻ പാടില്ല. കാരണം നമ്മളൊരു 30 മിനിറ്റ്സിൽ വെച്ച് ഈ പേഷ്യൻ്റ് സെൻറ്റേർഡിൽ പഠിപ്പീരാണ്. അത് ഈ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞ് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്ത് കളയാൻ ഉപയോഗിക്കരുത്. അതുകൊണ്ട് ബ്രീഫായിട്ട് അതിനെപ്പറ്റിയൊക്കെ പറയത്തുള്ളൂ. പിന്നെ കൂടുതൽ വേണമെങ്കിൽ പുസ്തകത്തിൽ നോക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പേഷ്യൻ്റെ ചാർട്ട് നോക്കാം, അല്ലെങ്കിൽ പിന്നെ പേഷ്യൻറ്റിനോട് പേഴ്സണലി വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാം, ചോദിച്ച് മനസ്സിലാക്കാം. അല്ലാതെ ഒരു ഗ്രൂപ്പ് എല്ലാം കൂടെ നിൽക്കുമ്പോൾ അവിടെ അത്രയും സമയം കളയത്തക്കവണ്ണമാണ് ഒരുപാട് ഇലാബറേറ്റായിട്ട് ഹിസ്റ്ററിയും തെറാപ്പിയുടെ ഉള്ള കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഡ്യൂറിങ് ദ ക്ലിനിക് ദ പേഷ്യൻ്റ് മേ ബി ആസ്ക്ഡ് ടു സ്പീക്ക് അബൌട്ട് ദ കോഴ്സ് ഓഫ് ഹിസ് ഇൽനസ്, സിംറ്റംസ്, ഫാമിലി ആൻഡ് ഹിസ് പ്ലാൻ ഓഫ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. അതായത് ഇതിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പേഷ്യൻറ്റിന് ഒരു ചാൻസ് കൊടുക്കാം. ഇപ്പോൾ തന്നെ സിംറ്റമറ്റോളജി പഠിപ്പിപ്പോൾ എത്ര നാളായി നിങ്ങൾക്ക് തുടങ്ങിയിട്ട്, ആദ്യം എങ്ങനെയാണ് വന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് തന്നെ ഇങ്ങോട്ട് പറയാൻ പറ്റും അല്ലേ. അപ്പോൾ അത് പേഷ്യൻ്റിൻ്റെയും കൂടെ പാർട്ടിസിപ്പേഷൻ അവിടെ ഉള്ളത് കൊണ്ട് പേഷ്യൻ്റ് ഐസൊലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പാസീവ് പേഴ്സണാണ് ഞാനെന്നൊന്നും പേഷ്യൻ്റ് തോന്നത്തില്ല. അവരവരുടെ എക്സ്പീരിയൻസ്, രോഗത്തിൽ വന്നപ്പോൾ അവർക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, ഏതൊക്കെ ആശുപത്രിയിൽ പോയി എന്തൊക്കെ മെഡിസിനാണ് കഴിച്ചത്, അന്നേരം കുറഞ്ഞോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് പേഷ്യൻ്റ് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പേഷ്യൻ്റ് പറയാൻ പറ്റും. അപ്പോൾ അതും പേഷ്യൻറ്റിന് ഒരു എൻകറേജ്മെൻറ്റാണ്. കാരണം ഷീ തിങ്സ് ദാറ്റ് ഐ എം ഓൾസോ എ പാർട്ട് ഓഫ് ദി ടീച്ചിങ് ടീം അല്ലെങ്കിൽ ലേണിംഗ് ടീമെന്ന് അവർക്ക് തോന്നും. അത് ഒരു എസ്പെഷ്യലി ഒരു സാറ്റിസ്ഫാക്ഷൻ പേഷ്യന് കൊടുക്കും. നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഞാനും കൂടി ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഈ ഒരു രോഗത്തെപ്പറ്റി ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാകാൻ ഞാൻ കാരണം സാധ്യമായി എന്നൊരു തോന്നൽ പേഷ്യന് തോന്നുന്നു. ഓക്കെ. പിന്നെ ഇനി സ്റ്റുഡൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇതിനകത്തുണ്ട്. സ്റ്റുഡൻസും പാസീവ് അല്ല. സിസ്റ്റർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും അവർക്ക് അവരുടേതായ ചില പാർട്ടിസിപ്പേഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഫോർ സീയിങ് ദ പേഷ്യൻറ്റ് ദ സ്റ്റുഡൻറ്റ് നേഴ്സ് who is taking care of the patient describe the biodata, പേഴ്സണൽ ആൻഡ് ഫാമിലി ഹിസ്റ്ററി. അതായത് പേഷ്യനെ കാണുന്നതിന് മുമ്പേ, അതായത് നമ്മളിപ്പം ബെഡ് സൈഡിലോട്ട് വരുന്നതിന് മുമ്പെയോ അല്ലെങ്കിൽ കോൺഫറൻസ് ഹാളിൽ വെച്ചാൽ ക്ലാസ് നടക്കുന്ന പേഷ്യനെ അവിടെ കൊണ്ടുവരുന്നതിന് മുമ്പെയോ തന്നെ ഈ പറയുന്ന പേഷ്യൻറ്റുമായിട്ട് റിലേഷൻഷിപ്പുള്ള ഏതെങ്കിലും ഒരു കെയറിങ് നേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് നേഴ്സിനോ പേഷ്യൻ്റെ ഹിസ്റ്ററിയും ബയോഡേറ്റയും ഒക്കെ നേരത്തെ വായിക്കാം. അപ്പോൾ അന്നേരം കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. തന്നെയല്ല, അന്നേരം അവിടെ കുറേ കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതൊക്കെ പേഷ്യൻ്റെ ചാർട്ടിൽ നോക്കിയോ അല്ലെങ്കിലൊക്കെ എഴുതിക്കൊണ്ട് വന്നൊക്കെ ആ കൺസേൺഡ് കെയറിങ് നേഴ്സിനോ അല്ലെങ്കിൽ കാരണം സ്റ്റുഡൻസ് ഒക്കെ വരുമ്പോൾ സ്റ്റുഡൻസിന് പേഷ്യൻസിന് കുട്ടികൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അസൈൻഡ് പേഷ്യൻ്റാണ് അതെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിന് വന്ന് ഈ പേഷ്യനെ പറ്റിയുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളും ബയോഡേറ്റയും ഒക്കെ പറയാം. അത് കുട്ടികളുടെ ഒരു പാർട്ടിസിപ്പേഷനാണ്. പിന്നെ നഴ്സിംഗ് പ്രോബ്ലം ക്യാൻ ബി ബെസ്റ്റ് എക്സ്പ്ലെയിൻഡ് ബൈ ദ നേഴ്സ് ഹൂ ഹാസ് ചീഫ് റെസ്പോൺസിബിലിറ്റി ഓഫ് പേഷ്യൻ്റ് കെയർ. അതായത് നമ്മൾ പേഷ്യൻ്റ് അലോട്ട്മെൻറ്റ്, അതായത് ആരൊക്കെ എത്ര പേഷ്യൻസിനെയാണ് ഓരോ നേഴ്സിനും കെയർ കൊടുക്കാൻ വേണ്ടി നമ്മൾ അലോട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ ആ പേഷ്യൻറ്റിനെ ഇപ്പോൾ ക്ലാസ് എടുക്കുന്ന പേഷ്യൻറ്റിനെ ഏത് നേഴ്സിനാണോ കിട്ടിയേക്കുന്നത് അവർക്കായിരിക്കും ആ പേഷ്യനെ പറ്റി കൂടുതൽ അറിയാവുന്നത്, അതിൻ്റെ ഡിസീസ് കണ്ടീഷനെ പറ്റിയും അത് കിട്ടുന്ന മെഡിസിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ വരുന്നോണ്ടേ ആ പർട്ടിക്കുലർ പേഴ്സണ് കൂടുതലായിട്ട് she can explain it in a better way about the patient. മനസ്സിലായോ? അപ്പോൾ അവിടെയും ആ ഒരു പർട്ടിക്കുലർ കെയറിങ് നേഴ്സിനും ഒരു റോള് വരുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസിനും റോളുണ്ട്. പിന്നെ അവിടുത്തെ മറ്റ് ഹെഡ് നേഴ്സ് അല്ലാതെ തന്നെ ഹൂവർ നേഴ്സ് കെയറിങ് ദ പേഷ്യൻറ്റ് അവർക്കും ഒരു റോള് കൊടുക്കാം. പിന്നെ the duration of classes I told you, it is usually 30 minutes. Towards the end of the clinic, the matter discussed is summarized and the most important points are emphasized. അതായത് ക്ലാസ് തീരാറാകുമ്പോൾ 30 മിനിറ്റേ കാണത്തുള്ളൂ. പിന്നെ ക്ലാസ് തീരാറാകുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് പറഞ്ഞതൊക്കെ സമ്മറൈസ് ചെയ്യും. പിന്നെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എംഫസൈസ് ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എന്തെല്ലാമാണ് ഈ പേഷ്യൻ്റെ അടുത്ത് നിന്ന് ഈ ഡിസീസ് കണ്ടീഷനെ പറ്റി പഠിച്ചത് എന്ന്. പിന്നെ ചില സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അസൈൻമെൻറ്റ് കൊടുക്കാറുണ്ട്.
അല്ലേ. പിന്നെ ഫൈനലി ദ ബെഡ് സൈഡ് ക്ലിനിക് ഈസ് ഇവാലുവേറ്റഡ് ബൈ ദ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആൻഡ് ദ ഹെഡ് നഴ്സ്. അതായത് ടുവേഴ്സ് എൻ്റെ ആകുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ക്ലാസ് എന്തുണ്ടായിരുന്നു, അതിൽ എന്തെല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചു, ഇതിന് മുമ്പ് ഇങ്ങനെ ഒരു പേഷ്യനെ കണ്ടിട്ടുണ്ടോ, ഈ ഡിസീസിൻ്റെ കണ്ടീഷനെ പറ്റി അവയർനെസ് ഉണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് അതുകൊണ്ട് ഈ പറയുന്ന ബെഡ് സൈഡ് ക്ലിനിക് കൊണ്ട് എത്രമാത്രം പ്രയോജനം കുട്ടികൾക്കുണ്ടായി എന്ന് അസസ് ചെയ്യാൻ ഈ പറയുന്ന ഇവാലുവേഷൻ ഹെൽപ്ഫുൾ ആകും. ഓക്കെ, ദാറ്റ് ഈസ് ഇനി ടീച്ചിങ് റൗണ്ട്സ്. ഇനി അപ്പോൾ അത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തേതാണ് ടീച്ചിങ് റൗണ്ട്സ്. അതായത് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാർഡ് ടീച്ചിങ് നമ്മൾ പഠിച്ചത്. രണ്ടാമത്താണ് ടീച്ചിങ് റൗണ്ട്സ്. ഈ റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് ഉണ്ട്, നഴ്സസിൻ്റെ റൗണ്ട്സ് ഉണ്ട്, പിന്നെ ചിലപ്പം നേഴ്സിംഗ് സൂപ്രണ്ട് റൗണ്ട്സിന് വരും, നൈറ്റ് സിസ്റ്റേഴ്സ് റൗണ്ട്സിന് വരും, അങ്ങനെ പലതരം റൗണ്ട്സ് ഹോസ്പിറ്റലുണ്ട്. ഇതിനകത്ത് നമ്മൾ പറഞ്ഞ ടീച്ചിങ് റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ടീച്ചിങ് പർപ്പസോടെ എടുക്കുന്ന റൗണ്ട്സിനാണ് ടീച്ചിങ് റൗണ്ട്സ് എന്ന് പറഞ്ഞത്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഒരു ഹെഡ് നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റി വരുന്നതാണ്. അതായത് ഒരു വാർഡിൽ വെച്ച് അവിടെ വരുന്ന കുട്ടികൾക്കെല്ലാം തന്നെ കാര്യങ്ങൾ മനസ്സിലാകത്തക്ക വിധത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേഷ്യൻ്റെ അടുത്ത് പോയി അതും പേഷ്യൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനെടുക്കുന്ന ഒരു പ്രത്യേക ടെക്നിക്കിനെയാണ് നമ്മൾ ടീച്ചിങ് റൗണ്ട്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റുള്ള റൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ സൂപ്പർവൈസറി റൗണ്ട് ഉണ്ട്, പിന്നെ ചീഫ് നേഴ്സിൻ്റെ റൗണ്ട്സ് ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ റൗണ്ട്സ് ഉണ്ട്, അങ്ങനെ പല റൗണ്ട്സ് ഉണ്ട്. നേഴ്സിംഗ് റൗണ്ട്സ് എന്ന് പറഞ്ഞ് വേറെ ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടീച്ചിങ് റൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇത് കേൾക്കണം, ഇത് പഠിപ്പിക്കാനും ഒക്കെയുള്ള റൗണ്ട്സാണ്. അത് ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് ദ സ്റ്റുഡൻറ്റ് ഇൻ ദ ക്ലിനിക്കൽ ഫീൽഡ്, അതാണ് ടീച്ചിങ് റൗണ്ട്സ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നതന്നെ ആൻ ആക്ടിവിറ്റി ഓഫ് വിസിറ്റിംഗ് ഓൾ ദ പേഷ്യൻറ്റ് ഓൺ റൗണ്ട്സ് which is accomplished by a discussion pertaining to each patient's care. അതായത് ഇപ്പോൾ തന്നെയാണെങ്കിലും രാവിലെ ചിലപ്പോൾ റൗണ്ട്സൊക്കെ കഴിഞ്ഞിട്ട് സിസ്റ്റർ എല്ലാ പേഷ്യൻ്റെ അടുത്തൊന്ന് പോയിട്ട് ഇന്നലത്തേൽ നിന്ന് ഇന്ന് എന്തൊക്കെ പ്രത്യേകത പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ ഉണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിൽ നിന്ന് ഏതൊക്കെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഏതൊക്കെ പുതിയത് തുടങ്ങിയിട്ടുണ്ട്, പേഷ്യൻ്റെ ഇന്നലത്തേൽ നിന്ന് എന്തെങ്കിലും പുതിയ ഇൻവെസ്റ്റിഗേഷൻ എഴുതിയിട്ടുണ്ടോ, പേഷ്യൻ്റ് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവിടെ കെയർ കൊടുക്കുന്ന എല്ലാ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ്, അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ സിസ്റ്റർ ഒരു പക്ഷേ കുട്ടികളെല്ലാം വിളിച്ചുകൊണ്ട് പോയി ഇത് നമ്മുടെ ഇന്നലെ നമ്മൾ ക്ലാസ് എടുത്ത പേഷ്യൻ്റാണിത് എന്ന് പറഞ്ഞിട്ട് യെസ്റ്റർഡേസ് പേഷ്യൻറ്റിന് ഏതെങ്കിലും ഒരു പേഷ്യൻറ്റ് ഡിഫറെൻറ്റ് എംഫസിസ് കൊടുത്തുകൊണ്ട് ഒരു പ്രത്യേക ഒബ്ജക്റ്റീവോട് കൂടി തന്നെ ആ പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി പേഷ്യൻ്റെ വെൽഫെയർ അന്വേഷിക്കുക, അവരെ ചെക്ക് ചെയ്യുക, അവരെ ഒബ്സർവ് ചെയ്യുക, അവരുടെ പ്രോഗ്നോസിസ് നോക്കുക, പിന്നെ എന്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ മെഡിസിൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഇത്രയും നാൾ കിടന്നതുകൊണ്ട് ഡിസീസ് കണ്ടീഷനിൽ എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി അവിടെ ട്രെയിനിങ് എടുക്കുന്ന സ്റ്റുഡൻസിനെയും കൂടെ വെച്ചുകൊണ്ട് പോയി റൗണ്ട്സ് എടുക്കുന്നതിന് നമുക്ക് വേണമെങ്കിൽ ടീച്ചിങ് റൗണ്ട്സ് എന്ന് പറയാം. തന്നെയല്ല അവിടെയും ഇൻസിഡൻ്റൽ ടീച്ചിങ് ഒക്കെ വരും, അല്ലേ. ചില കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യാതെ പോയത് കണ്ടുപിടിക്കപ്പെടുകയോ എന്തുകൊണ്ട് ചെയ്തില്ലെന്ന് ക്വസ്റ്റ്യൻ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതൊന്നും ആരുടെ ഒരു ഗ്രഡ്ജിനോ അല്ലെങ്കിൽ ആരെങ്കിലും ഹരാസ് ചെയ്യാനോ ആരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നുമല്ല. ഇറ്റ് ഈസ് ഫോർ ദ ടോട്ടൽ വെൽഫെയർ ഓഫ് ദി പേഷ്യൻറ്റ് ഹൂ കെയിം ദെയർ ഫോർ ട്രീറ്റ്മെൻറ്റ്. അതേ ഒരു ഒബ്ജക്റ്റീവോട് കൂടിയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പം സ്റ്റുഡൻസും എല്ലാം ഇതെല്ലാം അറിയണം. ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി ഓൾസോ ടു ടേക്ക് കെയർ ഓഫ് ദി പേഷ്യൻറ്റ് ഇൻ ദ ആഡിക്വേറ്റ് വേ, ഇൻ ദ പ്രോപ്പർ വേ, ഇൻ ദ എഫിഷ്യൻറ്റ് വേ. അത് കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കാനും കൂടെ ഹെഡ് നഴ്സ് ചെയ്യുന്ന കാര്യമാണ് ഈ പറയുന്ന ടീച്ചിങ് റൗണ്ട്സ്. Then the rounds are conducted by daily or weekly, preferably towards the end of the week. ചിലപ്പോൾ അത് ഡെയിലി റൗണ്ട്സ് ഒന്നും അങ്ങനെ ചിലപ്പോൾ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ ചിലപ്പോൾ വീക്കിലിയേ ചെയ്യുന്നുള്ളായിരിക്കും. വീക്കിലി ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡേ ഒരു പക്ഷേ അവർ വെച്ചിട്ടുണ്ടാവാം. അതല്ലെങ്കിൽ സിസ്റ്ററിൻ്റെയും മറ്റുള്ള വാർഡ് കെയർ കൊടുക്കുന്ന ആൾക്കാരുടെ കൺവീനിയൻസ് പോലെ വാർഡ് ലൈറ്റ് ആകുമ്പോഴും ഒക്കെ ചെയ്യാം. ചിലപ്പോൾ സിസ്റ്റമാറ്റൈസ്ഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ഡേ അങ്ങനെ വെച്ചിട്ടുണ്ടാകാം. അതൊക്കെ ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാക്സിമം ഇഫക്റ്റീവ് കെയർ കൊടുക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് വരുന്ന കുട്ടികളെ പ്രാപ്തരാക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രത്യേക പ്രോസസ്സാണ്. ഓക്കെ, അതിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചാൽ ടു അക്വയർ നേഴ്സ് ആൻഡ് ദ നേഴ്സിംഗ് സ്റ്റുഡൻസ് വിത്ത് ഓൾ പേഷ്യൻസ്, ടു അക്വൈൻറ്റ് nurse and the nursing students with all patients on the ward so that better understanding and more purposeful care may be achieved for each patient. Then to make ward rounds more effective for the students, each participant has thorough knowledge about the patient. പേഷ്യൻറ്റിനെ പറ്റി നല്ല നോളജും ഉണ്ടാവണം.
റൗണ്ട്സ് എടുക്കുന്നവർക്ക്. എങ്കിൽ മാത്രമേ അപ്പോൾ ഇൻസിഡൻറ്റിലായിട്ട് പല പല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. ഓക്കെ. പിന്നെ ഇനി ഹൗ ടു കണ്ടക്ട്, ഇനി എങ്ങനെയാണ് അത് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, വെൻ ദ വാർഡ് റൗണ്ട്സ് ആർ കണ്ടക്റ്റഡ്, ദ ഹെഡ് നഴ്സ് വിത്ത് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഗോസ് ടു ദ പേഷ്യൻസ് റൂം ഡോർ. എന്ന് പറഞ്ഞാൽ ഇതൊരു സിംഗിൾ റൂമിലൊക്കെ കിടക്കുന്ന പേഷ്യൻ്റാണ്. നേരെ അങ്ങ് ഒരു സിസ്റ്ററും എല്ലാവരും കൂടെ ഇടിച്ച് കയറി അങ്ങ് പേഷ്യൻ്റെ റൂമിലോട്ട് പോകാതെ ആദ്യമേ അവരെല്ലാം കൂടെ ചെന്നിട്ട് പേഷ്യൻ്റെ അകത്ത് കയറുന്നതിന് മുമ്പേ തന്നെ പേഷ്യൻ്റെ ഡോറിൻ്റെ വെളിയിൽ തന്നെ നിന്ന് ചെറിയ ഡിസ്കഷനൊക്കെ നടത്തിയിട്ട് ഈ പേഷ്യൻ്റെ സിസ്റ്റർ പറയായിരിക്കും ഈ റൂമിൽ കിടക്കുന്ന ഇന്ന പേഷ്യൻ്റാണ്, ആ പേഷ്യൻ്റെ ഡിസീസ് കണ്ടീഷൻ ഇന്നതാണ്, വന്നിട്ട് ഇത്ര ദിവസമായി. അങ്ങനെയുള്ള കോമൺ ആയിട്ട് നടത്തേണ്ട ഡിസ്കഷനൊക്കെ അവിടെ വെച്ച്, ഒരു ഇൻട്രഡക്ടറി ഡിസ്കഷൻ അവിടെ വെച്ച് നടത്തിയിട്ട് പേഷ്യൻ്റിനെ സിസ്റ്റം കുട്ടികളുമായിട്ട് അകത്ത് കയറത്തുള്ളൂ. അതാണ് പറയുന്നത്, വെൻ ദ വാർഡ് റൗണ്ട്സ് ആർ കണ്ടക്റ്റഡ്, ദ ഹെഡ് നഴ്സ് വിത്ത് ദ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ഗോസ് ടു ദ പേഷ്യൻസ് റൂം ഡോർ only. Then outside the door they discuss about the treatment he is getting, after which they go to see the patient and task for a talks for a few moments with him. അതായത് പേഷ്യൻറ്റിനെ അറിയാവുന്ന പേഷ്യൻറ്റിനെ ആയിരിക്കില്ല, കുറേ ദിവസമായിട്ട് കിടക്കുന്നതാണ്, ഹെഡ് സിസ്റ്ററിനെ അറിയായിരിക്കും. പക്ഷേ കുട്ടികൾക്ക് അവരെ പറ്റി അത്ര അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണ് വെളിയിൽ വെച്ചൊരു ഡിസ്ക്രിപ്ഷനും ഏത് പേഷ്യൻ്റ് അവിടെ കിടക്കുന്നത്, എന്ത് കണ്ടീഷനാണ്, എത്ര നാളായി വന്നിട്ട് ഇപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ അങ്ങനെയുണ്ട്, ഇത്രയും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അകത്ത് കയറുന്നുണ്ടെങ്കിൽ അവിടെ ഒത്തിരി സമയം പിന്നെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എന്നിട്ട് പേഷ്യനോട് ഇത്തിരി കുറച്ച് സംസാരിച്ച് പേഷ്യൻ്റെ വെൽഫെയറും ഒക്കെ അന്വേഷിച്ചിട്ട് എന്നിട്ട് എന്തെങ്കിലും പേഷ്യൻ്റ് പ്രോബ്ലം ഉണ്ടോ എന്ന് അസസ് ചെയ്തിട്ട് ആ ഒരു പർട്ടിക്കുലർ നഴ്സ് ഹു ഈസ് ഡയറക്റ്റ് കെയർ ടു ദ പേഷ്യൻറ്റും കൂടെ ഉണ്ടാവല്ലോ, അവരോട് പേഷ്യൻറ്റിനെ പറ്റി കൂടുതൽ അന്വേഷിക്കാം. അങ്ങനെ അവർക്ക് കൂടുതൽ അവയർനെസ് പേഷ്യൻറ്റിനെ പറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ അവരുടേതായ കോൺട്രിബ്യൂഷനൊക്കെ നടത്തും. അങ്ങനെ എല്ലാ പേഷ്യൻ്റെയും അടുത്ത് അങ്ങനെ പോയി നടത്തുന്നതാണ് ഈ പറയുന്ന റൗണ്ട്സ്. ഓക്കെ. ദെൻ പിന്നെ ഇത് കൂടാതെ ഇതിപ്പോൾ ഹെഡ് നേഴ്സും കുട്ടികളും കൂടെ പോകുന്നതാണ് നമ്മളിവിടെ ടീച്ചിങ്. പക്ഷേ ടീച്ചിങ് റൗണ്ട്സ് ഒത്തിരി തരത്തിലുണ്ട്. അതായത് റൗണ്ട്സ് വിത്ത് ഡോക്ടേഴ്സ് പോകുമ്പോൾ അവരുടെ കൂടെ റൗണ്ട്സിന് പോയാലും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവിടെ എന്തായാലും ഹെഡ് സിസ്റ്റർ കൂടെ കാണുമല്ലോ. അപ്പോൾ ഹെഡ് സിസ്റ്ററും ഏതാണ് പർട്ടിക്കുലർ ഡോക്ടർ, ആ ഡോക്ടർ കാണും. പിന്നെ അവരുടെ കൂട്ടത്തിലും കുട്ടികൾ റൗണ്ട്സിനും പോയാൽ പല പല കാര്യങ്ങളും ഹെഡ് സിസ്റ്റർ ഡോക്ടറിൽ നിന്ന് ക്ലിയർ ചെയ്യും. പേഷ്യൻറ്റിനെ പറ്റി പലതും അങ്ങോട്ട് പറഞ്ഞ് കൊടുക്കും, പേഷ്യൻ്റെ കംപ്ലയിൻറ്റ്, അപ്പോൾ ഡോക്ടറിൻ്റെ റിയാക്ഷൻ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതെ, റൗണ്ട്സ് വിത്ത് ഡോക്ടേഴ്സ്. സോ ദ ഹെഡ് നഴ്സ് ആൻഡ് ദ സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു ദ പേഷ്യൻസ് ബെഡ് സൈഡ് വെൻ ദ ഡോക്ടർ കംസ് ഫോർ റൗണ്ട്സ്. അത് ചില ഡോക്ടേഴ്സൊക്കെ ഒത്തിരി എൻകറേജ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ അവർ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുള്ള മെൻറ്റാലിറ്റി വേണം. പിന്നെ ഡോക്ടേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യൻസ് കുട്ടികളോട് ചോദിക്കുകയോ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യും. മനസ്സിലായോ? അതാണ് റൗണ്ട്സ് വിത്ത് ദ ഡോക്ടേഴ്സ്. പിന്നെ സോഷ്യൽ സർവീസ് റൗണ്ട്സ്, അത് കൂടുതലും സോഷ്യൽ വർക്കേഴ്സ്, അതായത് എന്തെങ്കിലുമൊക്കെ ഫാമിലി പ്രോബ്ലം ഒക്കെ ഉള്ള പേഷ്യൻറ്റിന് അങ്ങനെയുള്ള സൈക്കോളജിക്കൽ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി സൈക്കാട്രിക് സോഷ്യൽ വർക്കറോ മെഡിക്കൽ സോഷ്യൽ വർക്കറോ അങ്ങനെയുള്ള സോഷ്യലി അഫിലിയേറ്റഡ് കാര്യങ്ങളുമായിട്ട് ലിങ്കുള്ള ചില ആൾക്കാരൊക്കെ ഹോസ്പിറ്റലുണ്ടല്ലോ. അതൊക്കെ ഒരു ഹെൽത്ത് ടീമിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ചില ദിവസങ്ങളിലൊക്കെ പേഷ്യനെ കാണാൻ വരുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ആളിൻ്റെ കൂടെ പോയാലും ഒരുപാട് കാര്യങ്ങൾ പേഷ്യനെ പറ്റി മനസ്സിലാകും. ഓക്കെ. പിന്നെ റൗണ്ട്സ് വിത്ത് സൈക്കോളജിസ്റ്റ്, അതും ഈ പറയുന്ന നമുക്കറിയാം ഹെൽത്ത് ഈസ് എ ഫിസിക്കൽ മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് എന്നാണ്. ഫിസിക്കൽ ഇൽനെസ് മാത്രമല്ല മെൻ്റൽ ഇൽനെസ്സും സോഷ്യൽ ഇൽനെസ്സും ഒക്കെ പേഷ്യൻ്റ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാറ്റഗറൈസ്ഡ് പേഴ്സൺ പേഷ്യൻ്റെ വെൽഫെയറിന് വേണ്ടി പേഷ്യൻ്റെ അടുത്ത് വരും. അപ്പോൾ അവരുടെ കൂടെയും പോയാൽ ഒരുപാട് കാര്യങ്ങൾ മാനസികമായിട്ടുള്ള രോഗങ്ങളും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഫിസിക്കൽ ഡിസീസിനെക്കാട്ടിൽ കൂടുതൽ പഠിക്കാൻ പറ്റും. പിന്നെ റൗണ്ട്സ് വിത്ത് ഫിസിയോതെറാപ്പിസ്റ്റ്, അത് ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഡിസബിലിറ്റി ഉള്ള പേഴ്സണോ അല്ലെങ്കിൽ ആക്സിഡൻ്റൊക്കെ കഴിഞ്ഞ പേഷ്യനെ ആയിരിക്കും ഈ ഫിസിയോതെറാപ്പിക്ക് വരുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഒരു ലോങ് ടേം പ്രോസസ്സാണ്. പെട്ടെന്ന് പേഷ്യനെ ബെറ്റർ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ ഫിസിയോതെറാപ്പിസ്റ്റ് പല ദിവസവും റൗണ്ട്സിൽ വരും. അപ്പം അങ്ങനെ വരുമ്പോൾ അവരുടെ കൂടെ പോയാലും പേഷ്യൻ്റെ ഫിസിക്കൽ ഡിസബിലിറ്റി എത്രമാത്രം ഉണ്ട്, അത് റിഹാബിലിറ്റേഷൻ അതിനെ എത്രമാത്രം ആ ഡിസബിലിറ്റിയെ മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അപ്പം അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൗണ്ട്സ്. അപ്പം റൗണ്ട്സിനെ പറ്റി ഒരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ. ഇനി അടുത്തത് നേഴ്സിംഗ് കെയർ കോൺഫറൻസ്. ഈ നേഴ്സിംഗ് കെയർ കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ അതായത് നേഴ്സിംഗ് കെയർ കോൺഫറൻസ് ഹെൽപ്സ് ടു സ്റ്റഡി ദ പ്രോബ്ലം അസോസിയേറ്റഡ് വിത്ത് എ പർട്ടിക്കുലർ ഡിസീസ്.
അതായത് ഒരു ഡിസീസിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി പ്രീ പ്ലാൻഡ് ആയിട്ട് ആ ഒരു സബ്ജക്റ്റിനെ പറ്റി കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കോൺഫറൻസിനാണ് നേഴ്സിംഗ് കെയർ കോൺഫറൻസ് എന്ന് പറയുന്നത്. ദോ ഇറ്റ് ഈസ് സിമിലർ ടു ബെഡ് സൈഡ് ക്ലിനിക് ബട്ട് ദ പേഷ്യൻറ്റ് യൂഷ്വലി നോട്ട് പ്രസൻറ്റ് ഇൻ ദ ക്ലാസ്. അതായത് ഇതും ബെഡ് സൈഡ് ക്ലിനിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ല. പക്ഷേ ഈ പറയുന്ന നേഴ്സിംഗ് കെയർ കോൺഫറൻസിന് പേഷ്യൻ്റ് ഉണ്ടാകണമെന്നില്ല. അല്ലാതെ തന്നെ ആ ടോപ്പിക്കിനെ പറ്റിയും സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി അങ്ങ് ഡിസ്കഷൻ നടത്തുന്നു എന്നേ ഉള്ളൂ. ഓക്കെ. അതേസമയം ബെഡ് സൈഡ് ക്ലിനിക്കിലെ പേഷ്യൻ്റെ ക്ലിനിക്കിലെ മെയിൻ സെൻട്രൽ പോയിൻ്റ് ഓഫ് ഡിസ്കഷനാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെ ഇറ്റ് ക്യാൻ ബി കണ്ടക്റ്റഡ് ഓൺ ദ സ്പോട്ട് ടു ഇവാലുവേറ്റ് ദ സ്റ്റുഡൻസ്. അങ്ങനെ ഒരു പർപ്പസ് ഇതിനുണ്ട്. ദാറ്റ് ഈസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻ ഇവാലുവേഷൻ ടൂൾ to assess the students' awareness and all. Okay. Preparation for nursing care conference എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, a nurse who is interested to present the topic in a conference should know about the patient in advance to be able to make the necessary preparation. അതായത് ഇങ്ങനെ ഒരു നേഴ്സിംഗ് കെയർ കോൺഫറൻസ് നടക്കുകയാണെങ്കിൽ അത് ഏത് ഡിസീസ് കണ്ടീഷന് ഏത് പേഷ്യൻറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുണ്ടെന്ന് നേരത്തെ കൂട്ടി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് പ്രോപ്പർ പ്രിപ്പറേഷൻ നടത്താൻ പറ്റൂ കോൺഫറൻസിന് വേണ്ടി. മനസ്സിലായി? ദെൻ നോ വൺ ഷുഡ് ബി ആസ്ക്ഡ് ടു പ്രസൻറ്റ് എ പേഷ്യൻറ്റ് എബൌട്ട് ഹും ഷി ഹാസ് നോ അഡിക്വേറ്റ് ഇൻഫർമേഷൻ. അതായത് പ്രോപ്പറായിട്ട് നല്ല ഇൻഫർമേഷൻ ഉള്ള ഒരു പേഷ്യൻറ്റിനെ പറ്റി ആ പേഷ്യൻ്റെ കേസിനെ പറ്റി ക്ലിനിക്കൽ കോൺഫറൻസ് നേഴ്സിംഗ് കെയർ കോൺഫറൻസ് നടത്താവുള്ളൂ. ഒരു അവയർനെസ്സും ഇല്ലാത്ത ഒരു പേഷ്യൻറ്റിനെ പറ്റി അല്ലെങ്കിൽ ഒരു കണ്ടീഷനെ പറ്റി നേഴ്സിംഗ് കെയർ കോൺഫറൻസ് ഒരിക്കലും നടത്താൻ പാടില്ല. കാരണം കേൾക്കുന്നവരൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചെന്നിരിക്കും, പല കാര്യങ്ങൾ ക്ലിയർ ചെയ്തേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഈ പ്രസൻറ്റ് ചെയ്യുന്ന ആളിന് നല്ലൊരു അവയർനെസ് ഉണ്ടാകണം. അതുകൊണ്ട് സഫീഷ്യൻ്റ്ലി ഏർലിയർ ഇങ്ങനെ ഒരു നേഴ്സിംഗ് കെയർ കോൺഫറൻസ് നടത്താനുള്ള കാര്യം പറഞ്ഞിരിക്കണം. ഓക്കെ. പിന്നെ ഇറ്റ് ഈസ് സേഫർ ടു ദ ഹെഡ് നഴ്സ് ടു ഷെഡ്യൂൾ ദ കോൺഫറൻസ് സെവറൽ ഡേയ്സ് ഹെഡ് ആൻഡ് ടു സെലക്ട് ദ പേഷ്യൻറ്റ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് സെൽഫ്. അതായത് ഇപ്പോൾ ഒരു സിസ്റ്റമിക് ലൂപ്പസ് എർത്തമെറ്റോസിസ് എന്നുള്ള ഒരു റെയർ കണ്ടീഷനെ പറ്റി എടുക്കുന്നതെങ്കിൽ അവിടെ അങ്ങനെ ഒരു ഒരു പേഷ്യൻ്റ് വന്നപ്പോൾ ആ പേഷ്യൻറ്റിനെ പറ്റി ആരെങ്കിലും ഒരു നേഴ്സിംഗ് കെയർ കോൺഫറൻസ് നടത്തണമെന്ന് പറഞ്ഞാൽ ആ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോകുന്നതിന് മുമ്പേ തന്നെ പേഷ്യൻ്റ് വന്നപ്പോൾ തന്നെ ഇന്ന പേഷ്യൻ്റ് ഇത്രാമത്തെ ബെഡിൽ കിടക്കുന്ന ഇന്ന പേഷ്യൻ്റാണ്, അതിന് ഒരു 2 ആഴ്ച നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡേറ്റും കൊടുത്തിട്ട് ഈ പേഷ്യൻ്റ് കെയർ കോൺഫറൻസ് നടത്തണമെന്ന് പറയും. അപ്പോൾ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻ്റ് ആവാൻ പാടില്ല. ഒത്തിരി ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രസൻറ്റ് ചെയ്യുന്ന ആളിന് നന്നായിട്ട് സമയം കിട്ടും ഇത് പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നല്ല അവയർനെസ്സോടുകൂടി വേണം നേഴ്സിംഗ് കെയർ കോൺഫറൻസ് നടത്താൻ. അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടത്തക്കവണ്ണം പേഷ്യൻറ്റിനെയും ഡിസീസ് കണ്ടിനെയും സെലക്ട് ചെയ്ത് ഹെഡ് നഴ്സസിനോ നേഴ്സിംഗ് സ്റ്റുഡൻസിനോ കൊടുക്കണം. അല്ലെ ഹറിബറിയിൽ നടത്തേണ്ട ഒരു കാര്യമല്ലെന്ന് ഇതെന്ന് അർത്ഥം. ഓക്കെ. പിന്നെ ഡെമോൺസ്ട്രേഷനാണ് അടുത്തത്. അപ്പോൾ അതിനകത്ത് എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് ചോദിച്ചാൽ, ടു ഷോ ദ നഴ്സസ് ഓർ നേഴ്സിംഗ് സ്റ്റുഡൻസ് ഇൻ ഹെർ വാർഡ്. അതായത് ചില നമുക്കറിയാമല്ലോ ഡെമോൺസ്ട്രേഷൻ നേഴ്സിംഗ് പ്രൊസീജിയറൊക്കെയാണ് യൂഷ്വലി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പല നേഴ്സിംഗ് പ്രൊസീജിയറും ഒക്കെ പഠിച്ചിട്ടായിരിക്കും വന്നേക്കുന്നത്. പക്ഷേ ചില പ്രൊസീജിയർ ഈ നേഴ്സിംഗ് ആർട്സ് ലാബിലൊക്കെ വെച്ച് പഠിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളപ്പം കോളേജിൽ നിന്ന് വിളിച്ച് പറഞ്ഞേക്കും ഹെഡ് നഴ്സിനോട്, സിസ്റ്റർ ഇന്ന ഒരു കാര്യം അവിടെ വരുവാണെങ്കിൽ ഒന്ന് വിളിച്ച് പറയണേ, അല്ലെങ്കിൽ സിസ്റ്റർ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണേ എന്ന് പറയും. കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളപ്പം ആ ഒരു ഇപ്പോൾ തന്നെ ഒരു പുതിയ എക്യുപ്മെൻറ്റ്സ് വന്നേക്കുന്നു. അതെങ്ങനെ, ഇതിപ്പോൾ ഒരു റെസ്പിറേറ്ററാണ്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എങ്കിൽ നമ്മൾ റെസ്പിറേറ്ററിൻ്റെ അല്ലെങ്കിൽ വെൻറ്റിലേറ്ററിൻ്റെ എങ്ങനെയാണ് വെൻറ്റിലേറ്റർ കെയർ കൊടുക്കുന്നതെന്നുള്ളതൊക്കെ നമ്മൾ തിയററ്റിക്കലി പഠിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഒരു പേഷ്യൻ്റ് വെൻറ്റിലേറ്ററിൽ കിടക്കുമ്പോൾ എങ്ങനെയാണ് കെയർ കൊടുക്കേണ്ടതെന്ന് പഠിപ്പിക്കണമെങ്കിൽ വെൻറ്റിലേറ്റർ വെച്ചല്ലേ പഠിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ള ചില എക്യുപ്മെൻറ്റ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് പേഷ്യൻ്റ് എഫക്റ്റീവ് കെയർ കിട്ടണമെങ്കിൽ എങ്ങനെയാണ് അത് പ്രവർത്തിപ്പിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇതല്ലാതെ സിമ്പിളായിട്ടുള്ള നഴ്സിംഗ് പ്രൊസീജിയറും ഒക്കെ പല പ്രൊസീജിയേഴ്സ് അതിനകത്ത് വരാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഈ പ്രൊസീജിയർ കുട്ടികളെ പ്രോപ്പർലി പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യമാണ് ഡെമോൺസ്ട്രേഷൻ. അതായത് ഇൻ ദ വാർഡ്, ഇൻ ദ പ്രസൻസ് ഓഫ് ദി പേഷ്യൻറ്റ്, head nurse knows how to operate that machine effectively and she will demonstrate it to the students.
മനസ്സിലായോ? അതാണ് ഇതിനകത്ത് ഡിമോൺസ്ട്രേഷൻ്റെ ഒരു പ്രത്യേകത. അതിനകത്ത് ഇത് പറഞ്ഞേക്കുന്ന ഏതെല്ലാം കണ്ടീഷനിലാണ് ഡിമോൺസ്ട്രേഷൻ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ ന്യൂലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് പെർഫോമിങ് എ പ്രൊസീഡിയർ. പണ്ടതിൽ നിന്നൊക്കെ പഴയതിൽ നിന്നൊക്കെ ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള ചില പ്രൊസീഡിയറൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ഒരു ന്യൂ മെത്തേഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മെത്തേഡ് കാണിച്ചു കൊടുക്കുക. അപ്പം ഒരാൾ അതോറിറ്റേറ്റീവ് പേഴ്സൺ കാണിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ അത് ഇങ്ങനെയാണെന്നുള്ളത് കുട്ടികൾ മനസ്സിലാക്കി സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്താൽ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്താൽ മതിയല്ലോ. അല്ലെങ്കിൽ പലരും പല തരത്തിൽ പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ കുട്ടികൾ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഒരു ന്യൂലി അക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് പെർഫോമിങ് എ പ്രൊസീഡിയർ, ദെൻ അഡാപ്റ്റേഷൻ ടു ബി മെയ്ഡ് ഇൻ എ പ്രൊസീഡിയർ ഫോർ പർട്ടിക്കുലർ പേഷ്യൻ്റ്. അതായത് ചില പേഷ്യൻറ്റിന് ചില പ്രൊസീഡിയർ അഡാപ്റ്റ് ചെയ്തൊക്കെ ചെയ്യേണ്ടി വരും. അത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കുക. പിന്നെ എ പ്രൊസീഡിയർ വിച്ച് ഈസ് ന്യൂ ഓർ അൺഫെമിലിയർ. അതായത് കുട്ടികൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല അങ്ങനത്തെ പ്രൊസീഡിയർ. അത് അറിയാവുന്ന ഒരു സിസ്റ്റർ കാണിച്ചു കൊടുക്കുക. എങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പ്രൊസീഡിയർ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. അതും ഡെമോൺസ്ട്രേഷനിൽ പെടും. അപ്പോൾ ഇത്രയും പർപ്പസോടെയാണ് സാധാരണ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് ഹെഡ് നഴ്സ് ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആയതുകൊണ്ട് അവർക്ക് അതിനെപ്പറ്റി നല്ല അവയർനെസ്സും ഉള്ളത് കൊണ്ട് അവർക്ക് ആ ഉത്തരവാദിത്വം എടുത്ത് ഇഫക്റ്റീവായിട്ട് ചെയ്യാനും പറ്റും. മനസ്സിലായി? തിയററ്റിക്കൽ നോളജ് മാത്രം വെച്ചുകൊണ്ട് പല പ്രൊസീജിയർ നന്നായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഈ പറയുന്ന ഡിമോൺസ്ട്രേഷന് വേണ്ടി എപ്പോഴും പ്രാക്ടിക്കൽ നോളജ് വേണം. മനസ്സിലായോ? ഓക്കെ. ദെൻ പ്രിക്കോഷൻ ടു ബി ടേക്കൺ. അതായത് ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നതിന് ചില പ്രിക്കോഷൻസ് എടുക്കണം. ബിഫോർ ഡെമോൺസ്ട്രേഷൻ ഈസ് ഡൺ, ദ ഹെഡ് നഴ്സ് റിവ്യൂ ദ അക്സെപ്റ്റഡ് പോളിസി ഓഫ് ദി ഹോസ്പിറ്റൽ ഫോർ ഇറ്റ്സ് പെർഫോമൻസ്. അതായത് ഇത് ചെയ്ത് കാണിക്കുന്നതിന് മുമ്പേ തന്നെ അങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ ഹോസ്പിറ്റൽ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളതാണോ എന്ന് അന്വേഷിക്കണം. പിന്നെ പ്രൊസീജിയർ ഷുഡ് ബി ഡൺ ഇൻ ദ സെയിം വേ ഇൻ ദ സെയിം സിറ്റുവേഷൻ ആൻഡ് ദേ ഷുഡ് ബി ബേസ്ഡ് ഓൺ ദ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ. അതായത് ഒരു കാര്യം ചെയ്ത് കാണിച്ചാൽ അതെന്നും എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ള ഇൻസിസ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ടിൻ്റെ പുറത്തും ആയിരിക്കണം. പിന്നെ ദ സൈസ് ഓഫ് ദി ഗ്രൂപ്പ് ഷുഡ് ഡിപ്പെൻഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഡെമോൺസ്ട്രേഷൻ. അതായത് ഒരു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുക്കുമ്പോൾ എത്ര പേരെ കാണിച്ചു കൊടുക്കുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം കുട്ടികൾക്കെല്ലാം നല്ലതുപോലെ കാണാൻ പറ്റുന്ന സാഹചര്യത്തിൽ വെച്ച് എല്ലാവരും അത് കണ്ട് മനസ്സിലാക്കുന്നു എന്ന് ഉറപ്പ് വരുത്തി വേണം ഡെമോൺസ്ട്രേഷൻ എപ്പോഴും ചെയ്യാൻ. മനസ്സിലായോ? അല്ലാതെ ഒരു വലിയ ക്രൗഡിനെ വിളിച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ ചിലർ കണ്ടെന്നിരിക്കും, മുമ്പിലൊക്കെ നിൽക്കുന്നവർ കാണും, പുറകിലുള്ളതൊന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ അവിടെ അതൊരു നല്ലൊരു കംപ്ലീറ്റ് പെർഫെക്റ്റ് ഡെമോൺസ്ട്രേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് എത്ര പേര് ഇത് കാണണം എന്നുള്ളത്, എവിടെ വെച്ച് ഡെമോൺസ്ട്രേഷൻ ചെയ്യണമെന്നുള്ളതും ഒക്കെ ഹെഡ് നേഴ്സ് തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ ഡെമോൺസ്ട്രേഷൻ ഓൺ പേഷ്യൻറ്റ് ഷുഡ് ബി പ്രീസീഡഡ് ആൻഡ് ഫോളോഡ് ബൈ എ ഗ്രൂപ്പ് കോൺഫറൻസ്. അതായത് ഏതെങ്കിലും ഒരു പ്രൊസീജിയർ ഡെമോൺസ്ട്രേഷൻ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുമ്പേയും അതിന് ശേഷവും എന്തായാലും ഒരു ഗ്രൂപ്പ് കോൺഫറൻസ് അതിൻ്റെ ഡിസ്കഷനും ഒക്കെ ഉണ്ടാവണം. അപ്പോൾ ഇത്രയാണ് പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ ഓർ ദ പോയിൻറ്റ്സ് ടു ബി കൺസിഡേർഡ്. ഓക്കെ. ഇനി അടുത്തത് നേഴ്സിംഗ് കെയർ സ്റ്റഡിയാണ്. അത് നമ്മൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് വാർഡ് ടീച്ചിങ്ങിനകത്ത് ഒരെണ്ണമാണ് നേഴ്സിംഗ് കെയർ സ്റ്റഡി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ അനാലിസിസ് ഓഫ് ദി നേഴ്സിംഗ് പ്രോബ്ലം ഓഫ് ആൻ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഹിസ് ഡയഗ്നോസിസ്, ഫിസിക്കൽ ആൻഡ് മെൻ്റൽ കണ്ടീഷൻ, മെഡിക്കൽ തെറാപ്പി, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ഒരു പ്രോബ്ലം ഏറ്റെടുത്ത് അതിൻ്റെ ഡിഫറെൻ്റ് ആസ്പെക്റ്റിനെ പറ്റി ചർച്ച ചെയ്ത് പഠിക്കുന്നതാണ് നേഴ്സിംഗ് കെയർ സ്റ്റഡി എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ദ നേഴ്സിംഗ് പ്രോബ്ലം ഓഫ് ആൻ ഇൻഡിവിജ്വൽ പേഷ്യൻറ്റ് വിച്ച് ഈസ് റിലേറ്റഡ് ടു ഹിസ് ഡയഗ്നോസിസ്. ചിലപ്പോൾ നമുക്കറിയാമല്ലോ, ചില രോഗങ്ങളൊക്കെ ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ജസ്റ്റ് സിംറ്റമാറ്റിക്കലി മാത്രം ട്രീറ്റ് ചെയ്യുകയും കെയർ കൊടുക്കുകയും ചെയ്യുന്ന പേഷ്യൻ്റ് എക്സാക്ട് ഇറ്റിയോളജി അറിയുന്നില്ല, പേഷ്യൻ്റ് സഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ കോവിഡിന് മരുന്ന് കണ്ടുപിടിക്കാത്ത പോലെയുള്ള ചില കണ്ടീഷൻസുമായിട്ടൊക്കെ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ആ ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷനെ പറ്റി കൂടുതൽ അറിയാനും, അല്ലെങ്കിൽ ആ പേഷ്യൻറ്റിൻ്റെ ഡയഗ്നോസിസ് എങ്ങനെയാണ് നടത്തുന്നത്, അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യൽ സബ്ജക്റ്റ്, അതായത് പലതും ശരിയാണ് തെറ്റാണ്, ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ മനസ്സിലാക്കാൻ അറിയാൻ വയ്യാത്ത കണ്ടീഷനും അങ്ങനെയുള്ള ഡിഫറെൻറ്റ് റെയർ കണ്ടീഷൻസൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ടേ അങ്ങനെയുള്ള ഒരു പ്രത്യേക പേഷ്യൻറ്റിനെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഒരു സ്റ്റഡി നടത്തുന്നത്. അതിനകത്ത് പേഷ്യൻ്റെ പേഴ്സണൽ പ്രോബ്ലം, ഫാമിലി പ്രോബ്ലം, പേഷ്യൻ്റെ എഡ്യൂക്കേഷൻ പ്രോബ്ലം, എക്കണോമിക് പ്രോബ്ലം, ഇതെല്ലാം അതിനകത്ത് വരാം. ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ്. പിന്നെ പേഷ്യൻ്റെ മെഡിക്കൽ തെറാപ്പി, സോഷ്യോ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഏറ്റെടുത്ത് ഒരു കെയർ സ്റ്റഡി പ്രസൻറ്റ് ചെയ്യുന്നതിനാണ് കെയർ സ്റ്റഡി എന്ന് പറയുന്നത്.
പിന്നെ പേഷ്യനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഒരു ഇത് ചെയ്യാൻ വേണ്ടി ദ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഹെഡ് നേഴ്സ് സെലക്ട് വൺ ഓഫ് ദി പേഷ്യൻസ് ഹൂ ഫേസസ് ദ പ്രോബ്ലം ഇൻ കെയർ. എന്തെങ്കിലും പ്രോബ്ലമാറ്റിക് ആയിട്ട് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉള്ള ഒരു പേഷ്യൻ്റിനെയാണ് എപ്പോഴും എടുക്കുന്നത്. മനസ്സിലായോ? ദെൻ ദ പർപ്പസ് ഓഫ് ദ സ്റ്റഡി ഈസ് ടു ഡിഫൈൻ ദ പ്രോബ്ലംസ് ആൻഡ് ടു മീറ്റ് ദ ഇൻഡിവിജ്വൽ നീഡ് ആൻഡ് ടു സോൾവ് ദ പ്രോബ്ലം. അതായത് പേഷ്യൻറ്റിന് ഇൻഡിവിജ്വലായിട്ട് ചില പ്രോബ്ലം ഉണ്ട്, അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ ചില അലർജി കേസസൊക്കെ അങ്ങനെ കാണാറുണ്ട്. പേഷ്യൻറ്റിന് ചിലപ്പം ശരിക്കും വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി ലീഷനാണ് ബോഡിയിലെല്ലാം. ആ പേഷ്യൻറ്റിന് എന്നാൽ എക്സ്പോസ് ചെയ്ത് കിടത്താൻ പറ്റത്തില്ല, കാരണം ഇൻഫെക്ഷൻ ഉണ്ടാകും. അങ്ങനെയൊക്കെ ഒരുപാട് കണ്ടീഷൻ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള പേഷ്യൻറ്റിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പം ആ പേഷ്യൻ്റെ കെയർ എങ്ങനെ കൊടുക്കും, പേഷ്യൻ്റ് പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യും, ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടില്ല. ചില ബേൺസ് പേഷ്യൻറ്റിനെയൊക്കെ വാടിക്കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റെ ദേഹം മുഴുക്ക ഇതാണല്ലോ. അങ്ങനെ അപ്പോൾ അവിടെ അവിടെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം പേഷ്യനെ എക്സ്പോസ് ചെയ്ത് കിടത്താൻ പറ്റത്തില്ല, ദേഹത്ത് തുണി ഇടാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഒരുപാട് പ്രോബ്ലം ഉള്ള പേഷ്യൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു പേഷ്യൻ്റ് സിറ്റുവേഷൻ വന്നാൽ അവരെ എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ അവർക്ക് നേഴ്സിംഗ് കെയർ കൊടുക്കണം എന്നൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ട് പലപ്പോഴും നേഴ്സസിനൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെയുള്ളപ്പം അങ്ങനെ ഒരു പേഷ്യൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ആസ്പെക്റ്റിൽ കൂടെ എല്ലാവരും ട്രൈ ചെയ്യും ഹൗ ടു ടേക്ക് കെയർ ഓഫ് സച്ച് എ പേഷ്യൻ്റ് എന്നുള്ളത്. മനസ്സിലായി? അങ്ങനെയൊക്കെയുള്ള കേസാണ് എപ്പോഴും കെയർ സ്റ്റഡിക്കും ഒക്കെ എടുക്കുന്നത്. ഓക്കെ, അതും നമ്മൾ ക്ലിനിക്കലി മാത്രം ലേൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ തിയററ്റിക്കലി ഇതിനെപ്പറ്റി എന്ത് പഠിച്ചാലും പുസ്തകത്തിലുള്ളതല്ലേ നമുക്ക് പഠിക്കാൻ പറ്റുക. സമയം ക്ലിനിക്കിൽ ചെല്ലുമ്പം അങ്ങനെ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ കൊടുക്കും, അല്ലെങ്കിൽ ആ പേഷ്യൻ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകാൻ പാടില്ല. പേഷ്യൻറ്റിന് പേഷ്യൻ്റ് അത്ര ഏരിയയിൽ മെഡിസിൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലയോ, ഇങ്ങനെയൊക്കെ കൺഫ്യൂഷനും കോൺട്രവേഴ്സിയും ഉണ്ടാകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പേഷ്യനെ ആയിരിക്കും ഇങ്ങനെയുള്ള കെയർ സ്റ്റഡിക്ക് വേണ്ടി എടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളിന്ന് വാർഡ് ടീച്ചിങ്ങും പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം നമ്മൾ വാർഡിൽ വെച്ച് ചെയ്യേണ്ടതാണ്. നമ്മൾ സ്റ്റുഡൻ്റായിട്ട് വാർഡിൽ ചെന്ന് നിന്ന് ചുമ്മാതെ എവിടെയെങ്കിലും കസേര കയറി ഇരുന്നോ അല്ലെങ്കിൽ ഇത്തിരി 1-2 പേഷ്യൻ്റ് മെഡിസിൻ കൊടുത്ത് വർത്തമാനം അടിച്ച് വാചകം അടിച്ച് നടക്കാനുള്ളവരല്ല. തീർച്ചയായിട്ടും എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും ഒരു വാർഡിൽ പോയാൽ, എന്തെല്ലാം കാര്യങ്ങൾ. അത് നമ്മൾ സിസ്റ്ററുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി ഹെൽപ്ഫുള്ളായിട്ട് നിങ്ങളെ പഠിപ്പിക്കാനും ഒത്തിരി ഇനിഷ്യേറ്റീവ് എടുക്കുന്നവർ, ഇൻട്രസ്റ്റ് ഉള്ളവരും ഒക്കെ ഒത്തിരി വാർഡ് സിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ആ ഒരു സിസ്റ്ററുമായിട്ട് നന്നായിട്ടൊരു നല്ല റിലേഷൻഷിപ്പിലും നല്ല ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് മാക്സിമം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി നേഴ്സിംഗ് സ്റ്റുഡൻസ് കാണിച്ചാൽ ദേ ക്യാൻ ബി എക്സലൻറ്റ് നേഴ്സസ് വെൻ ദേ കം ഔട്ട് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആഫ്റ്റർ ദ കോഴ്സ്. മനസ്സിലായി? അതൊക്കെ ഓരോ വ്യക്തിയുടെ സ്വന്തം കാര്യമാണ്. അല്ലാതെ കുറേ അസൈൻമെൻറ്റ് എഴുതി വെച്ച് കഴിഞ്ഞാൽ അത്രയും അസൈൻമെൻറ്റ് തീർന്നപ്പോൾ എൻ്റെ ജോലി തീർന്നു എന്ന് പറയാതെ ഈച്ച് ആൻഡ് എവറി സിറ്റുവേഷൻ ഓർ ഓപ്പർച്യൂണിറ്റി യു ആർ ഗെറ്റിംഗ് ഇൻ ദ വാർഡ് യു ഹാവ് ടു യൂട്ടിലൈസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ. അതാണ് ഈ ക്ലിനിക്കൽ ടീച്ചിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്ത. അതായത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഹെഡ്നെസ്സൊക്കെ പോയി, അവർക്ക് പഠിക്കണമെന്നൊന്നുമില്ല. ആ ടൈപ്പൊന്നും കുട്ടികളല്ലത്. അതല്ല, കുറച്ച് ഇൻട്രസ്റ്റോടെ നിങ്ങളൊരു ഹെഡ്നെസ്സിനെ അപ്രോച്ച് ചെയ്ത് നോക്കി. എപ്പോഴും അങ്ങനെയുള്ളവരെ അവർ പ്രത്യേകം മനസ്സിലാക്കി വെച്ചിട്ട് ഏതൊരു ലേണിംഗ് എക്സ്പീരിയൻസ് നല്ലത് കിട്ടിയാലും അവരെ വിളിച്ച് കാണിക്കുകയും പറഞ്ഞു തരികയും ചെയ്യും. മനസ്സിലായോ? അതാണ് ക്ലിനിക്കൽ ടീച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്, വാർഡ് ടീച്ചിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പം ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്. വി വിൽ കണ്ടിന്യൂ ലേറ്റർ. ഓക്കെ.